ഇന്ന് ഒത്തിരി ലീഡേഴ്സ് ഇന്ന് ഇവിടെ ഉണ്ട്. അതിന് NTC ആയിട്ടുള്ള ഉമർ പന്നൂർ സാറ്, അതുപോലെ തന്നെ പ്രജീഷ് സാർ, അങ്ങനെ ഒരുപാട് ലീഡേഴ്സ്. നമ്മളെ AG-യുടെ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നില്ലേ, പിന്നെ ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ മൈലേജ് സ്റ്റൈൽ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിന്റെ നമ്പർ 1 കമ്പനിയായ MI ലൈഫ് സ്റ്റൈലിന്റെ ഒരു 50% സെയിൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടീം വെലോസിറ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന TVI, അതായത് മുബീൻ മുഹമ്മദിന്റെ ടീമാണ്. ഈ മുബീൻ മുഹമ്മദിന്റെ ടീമിന്റെ അതിന്റെ ഒരു 50% അബോവ് കൊടുക്കുന്ന ടീം GCI ഗ്രീൻ ചാമ്പർ ഇന്റർനാഷണൽ ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എയ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പാണ്. എന്നാൽ എയ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സെയിൽസിന്റെ ആവറേജ് 50% എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ടീമിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള എനിക്ക് എന്നെ തന്നെ ഞാൻ തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. ഇന്ന് നിങ്ങളടുത്ത് ഈ കാര്യങ്ങളെല്ലാം എന്റെ ഒരു അനുഭവം പറയും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ദൈവം സഹായിച്ചിട്ട് വളരെ ശക്തമായ ഒരു ഓർഗനൈസേഷനിലാണ്. അതിനേക്കാൾ ഉപരി ലൈഫ് ലോങ് നമുക്കൊരു തിരിച്ചുപോക്കിനി. എന്നാൽ നമ്മൾ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് മറ്റ് പല കമ്പനികളിലും പറയുന്ന ആളുകൾ, അയ്യോ നിങ്ങൾ ഇന്നും ഇങ്ങനെ സാധനം വിറ്റ് നടക്കുകയാണോ, ഇതിലും എളുപ്പത്തിൽ കാശ് കിട്ടുന്ന എന്തോരം കമ്പനീസ് ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ വീണ്ടും ഈ പഴഞ്ചൻ ആശയായിട്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കിയവന്മാരുടെ അവസ്ഥ ഇന്നെന്താ ഒന്ന് ചിന്തിച്ചു നോക്കി. അവരുടെ എന്തില്ല, പൊടി പോലും കാണാനില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതൊന്നും ആവട്ടെ, നമ്മളെ മാറ്ററേ അല്ല. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത മേഖല, നമ്മൾ അറിഞ്ഞോ അറിയാതെ വന്നിരിക്കുന്ന മേഖലയുടെ ഒരു പവർ, അല്ലെങ്കിൽ നമ്മളെ സ്പോൺസർ ചെയ്ത ആളുകളോടുള്ള ഒരു നന്ദി നമ്മൾ എപ്പോഴും കാണിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അവരാണ് നമ്മളെ റൈറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് നമ്മളെ കണക്ട് ചെയ്തത്. അതിന്റെ ഒരു നന്ദി. ഈ ബിസിനസ്സിൽ നിങ്ങൾ കോടികൾ ഉണ്ടായിക്കോ, ലക്ഷങ്ങളോ കോടികൾ ഉണ്ടായിക്കോ, ₹1 നമ്മൾ അപ്ലൈൻ ലീഡേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവർക്ക് അവരോട് എപ്പോഴും നന്ദിയുള്ളവരാകുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാം. അതുകൊണ്ട് തന്നെ എന്നെ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്തത് എന്റെ രക്ഷിതാക്കന്മാർ കഴിഞ്ഞാൽ, എന്റെ അച്ഛൻ അമ്മ കഴിഞ്ഞാൽ മൂന്നാമതൊരു വ്യക്തിയുടെ ഒരു കടപ്പാട് ഈ ലോകത്തുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് മിസ്റ്റർ ബെൽനി MM താമരശ്ശേരിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക എന്താണ് ആ കാര്യം എന്നുള്ളത്. അന്ന് നിങ്ങളെ ഫാമിലി ഒരുപാട് ആളുകളില്ലേ, പക്ഷെ എനിക്ക് എന്തുകൊണ്ട് കടപ്പാട്, കൂറ്, സ്നേഹം, ഇഷ്ടം എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. ഇന്ന് ഈ വേദിയിൽ ഏകദേശം ഒരു 175ഓളം ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ബെൽനി MM എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയുടെ ഒരു എന്തുകൊണ്ടാണ് എന്നെ അന്ന് ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട്, അദ്ദേഹത്തിന് വിളിക്കാൻ തോന്നിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ ബുക്കിൽ അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ സുജേഷ് എന്നൊരു പേരുള്ളത് കൊണ്ടാണ്. യെസ് ഓർ നോ? ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ്സിൽ അപാരമായ സാധ്യതയാണ്, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മളെ വീട്ടിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആളുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പല ബ്രാൻഡുകൾ വാങ്ങി ഉപയോഗിക്കും, പല കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷെ അവരൊന്നും അറിയുന്നില്ല, ഞാൻ വാങ്ങി ഉപയോഗിക്കുന്ന ബ്രാൻഡ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു, എനിക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെ ആ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണോ ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലെ ആ ഉൽപ്പന്നങ്ങൾ ഞാൻ ലൈഫ് ലോങ് ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ട്, സാധ്യത ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ ഏതൊക്കെയോ ബ്രാൻഡുകൾ വാങ്ങി ഉപയോഗിക്കുന്നു. പക്ഷെ അവരിൽ നിന്ന് എന്ത് ചേഞ്ചസ് ആണ് നമുക്ക്, അവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഉപയോഗിച്ച എലമെന്റ്സ് ഓൺ എന്ന് പറയുന്ന 6ഓളം ബ്രാൻഡുകളില് നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച സമയത്ത് ഉണ്ടാകുന്ന ക്വാളിറ്റി മനസ്സിലാക്കുകയും ആ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയും അതിനെ ഡിസ്കൗണ്ട് ആസ്വദിക്കുകയും ആ ഡിസ്കൗണ്ട് ആസ്വദിച്ചതിന് ശേഷം ഈ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജീവിതം തന്നെ മാറുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു. ആണോ അല്ലേ? എത്രയോ കാലങ്ങളായിട്ട് പല ബ്രാൻഡ് ഉപയോഗിച്ച് ഒരു മാറ്റവും ഇല്ലാത്ത ജനങ്ങൾക്കിടയിൽ ഈ എലമെന്റ്സ് എന്ന ബ്രാൻഡിലേക്കും ഓൺ എന്ന ബ്രാൻഡിലേക്ക് മാറിയപ്പോൾ നമ്മൾ തന്നെ ടോട്ടൽ മാറി. ആണോ അല്ലയോ? നമ്മളെ പേഴ്സണാലിറ്റി മാറി. യെസ് ഓർ നോ? നമ്മൾ ചിന്തിക്കുന്ന രീതി മാറി, നമ്മൾ മറ്റുള്ള ആളുകൾക്ക് സമീപിക്കുന്ന രീതി മാറി, നമ്മളെ സ്വഭാവം മാറി അല്ലേ? അത്രയും വലിയൊരു ചേഞ്ചസിലേക്ക് നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബ്രാൻഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾ ഒരുപാട് സ്വഭാവങ്ങളും രീതികളും ജീവിതത്തിൽ വലിയ സക്സസ് ആവേണ്ട ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് വളരെ വ്യക്തമായിട്ട് ഈ ബിസിനസ് എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയും നമ്മളെ കൂടെ ചേർത്ത് നിർത്താൻ തയ്യാറായാൽ
ഓട്ടോമാറ്റിക്കലി നമ്മളെക്കാൾ കഴിവുള്ള അറിവുള്ള ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യും. അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഈ ബിസിനസ്സിനെ അവർ നോക്കിക്കാണുകയും വലിയ ലെവലിലേക്ക് ഉയർന്നു പോകാനുള്ള ഒരു പ്ലാനിങ്ങിലും പദ്ധതിയായിട്ട് മാറുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇവിടെ സഫലീകരിക്കപ്പെടുന്നതാണ്. ശരിയല്ലേ? കുറ്റ്യാടി ടൗണിൽ ഒരു ഓട്ടോ ഓടിച്ച് നടന്നിരുന്ന പ്രതീഷ് സാർ എന്ന് ടാറ്റയുടെ പഞ്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രതീഷ് സാറിനേക്കാൾ ആഗ്രഹമുള്ള ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് കൊണ്ടിൽ ടൂൾ ഉണ്ടപ്പോ ആ വർക്കിംഗ് അവർ ആണ് അതിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് ആണ് പ്രതീഷ് എന്ന വ്യക്തിയെ ചേഞ്ച് ചെയ്തത്. യെസ് ഓർ ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് നൂറുകണക്കിന് ആളുകൾ ഈ ടയസിലുണ്ട്. അവർക്ക് നൂറുകണക്കിന് ക്വാളിറ്റീസ് ഉണ്ട്, നൂറുകണക്കിന് കഴിവുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകളിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതൊക്കെ തന്നെ നമ്മളെ കഴിവായിട്ടും നമ്മളെ റിലേഷൻഷിപ്പായിട്ടും നമ്മളെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ഏതൊരു മേഖലയിനേക്കാൾ ഒരു പടി മുകളിലാണ് ഡയറക്ട് സെല്ലിംഗ്. പക്ഷെ ആ ഒരു മേഖല ഇത്രയും പവർഫുൾ ആണെന്നുള്ള ബോധം വരണമെങ്കിൽ റെഗുലർ ആയിട്ട് ഇത്തരം പ്രോഗ്രാം മീറ്റിംഗ് GTS എന്ന് പറഞ്ഞ ലെവലിലേക്ക് നമ്മളെ മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മെന്റലി സ്ട്രോങ് ആവാൻ വേണ്ടി നിങ്ങൾ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും, പ്രതിസന്ധി വന്നാലും, കുത്തുവാക്കുകൾ വന്നാലും, ആളുകളെ കളിയാക്കൽ വന്നാലും ഒരു ഇഞ്ച് പുറകോട്ട് പോകാതിരിക്കണമെങ്കിൽ മെന്റലി സ്ട്രോങ് ആവാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മളെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ആദ്യ പണിയാണ് മോർണിംഗ് മീറ്റ്സ്. ഈ മോർണിംഗ് മീറ്റ് എവറി ഡേ നിങ്ങൾ അറ്റൻഡ് ചെയ്തോ, ഞാൻ ഗ്യാരണ്ടി തരാം, വരുന്ന ഒരു 1 ഇയർ ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ സ്ട്രഗിൾ വരുന്നത് തുടക്കക്കാർ ഈ ഫീൽഡിലുണ്ട്. ഇന്ന് ഏകദേശം 220ഓളം ആളുകളിൽ അതിന്റെ ഒരു ഭൂരിഭാഗം ആളുകളും എന്താണ്, ഒരു 70% ആളുകളും തുടക്കക്കാരാണ്. അവരോട് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്, ഫസ്റ്റ് 1 ഇയർ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു നിങ്ങൾ ചോദിക്കരുത്. ഈ ബിസിനസ്സിൽ എന്ത് ലഭിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട, ടെൻഷൻ അടിക്കുകയേ വേണ്ട, വെറീഡ് ആവുകയേ വേണ്ട. ഫസ്റ്റ് 1 ഇയർ ലീഡർ പറയുന്നത് മാത്രം ഫോളോ ചെയ്യും. ലീഡർ പറയുന്നത്, സാർ ഇവിടെ GTS ഉണ്ട്, എന്ത് വില കൊടുത്തും എന്ത് ചെയ്യണം? അത് അറ്റൻഡ് ചെയ്യാൻ. സാർ ഒരു ട്രെയിനിങ് ഉണ്ട്, എന്ത് വില കൊടുത്ത് അറ്റൻഡ് ചെയ്യാം. സാർ ഒരു ആർട്ടിപ്പ് ഉണ്ട്, എന്ത് വില കൊടുത്ത് അറ്റൻഡ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കോവിഡ് വന്ന സമയത്ത്, ഫസ്റ്റ് ലെവൽ കോവിഡ് വന്ന സമയത്ത് ലോകം മൊത്തം ഭീതിയിലായി. പക്ഷെ അതിനൊരു ഡോസ് എന്ത് വന്നു? അതിനൊരു മെഡിസിൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറി. ശരിയല്ലേ? എന്തുകൊണ്ടായി? അതിനെ അതിജീവിക്കാൻ എനിക്ക് കഴിവുണ്ട് എന്ന് പറയുന്നൊരു വാക്സിനേഷൻ വന്നു. അതുപോലെ ഈ ബിസിനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം വാക്സിനേറ്റ് ചെയ്യപ്പെടണം. അതായത് എന്താ, മറ്റുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമ്പോൾ, കുത്തുവാക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ സ്ട്രോങ് ആക്കണം, മെന്റലി സ്ട്രോങ് ആക്കണം. അതിനാണ് ഇത്തരം പ്രോഗ്രാം. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താണ് ഈ ബിസിനസ് നമ്മൾ ഏറ്റെടുക്കേണ്ട സാധ്യതയെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ജസ്റ്റ് ഒരു സാധ്യതയെ പറ്റി പറയും. അതിന് ശേഷം നമ്മൾ ഈ ബിസിനസ്സിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുതുതായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ, വളരെ സ്പീഡ് എടുത്ത് ഈ ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ സാധിക്കുന്നതാണ്. എന്ന് കഴിഞ്ഞാലും നിലവിൽ നമ്മൾ ഓരോ ആളുകളും എന്ത് ചെയ്യണം? നമ്മളുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഇന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇന്ന് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ. ശരിയല്ലേ? ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഡയറക്ട് സെല്ലിങ്ങിന് സാധ്യതയോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി പഠിക്കാൻ അനന്തമായ ഒരു സാഹചര്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഡെയിലി നമുക്ക് പുതിയ പുതിയ കഴിവുകൾ ആർജിക്കാനും പുതിയ അറിവുകൾ ആർജിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. അതുകൊണ്ടാണ് ഈ മീറ്റിങ്ങുകൾ ഇത്രയും സജീവമാവുന്നതും ആളുകൾ ഇതുവഴി വലിയ ലെവലിലേക്ക് കയറി പോകുന്നത്. എന്ത് തന്നെയായാലും ഈ ബിസിനസ്സിന് സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചുരുങ്ങിയ ഒരു 10-15 വർഷങ്ങൾ പിറകോട്ടൊന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഏകദേശം നിലവില് നമ്മൾ ഏത് ബിസിനസ്സിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഇനി വരുന്ന ഒരു 10-15 വർഷം കഴിഞ്ഞാൽ ഞാൻ തുടങ്ങിയിട്ടുള്ള ഈ ബിസിനസ്സിന് സാധ്യത എന്താണ്, അല്ലെങ്കിൽ സാഹചര്യം എന്താണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ഗൾഫിൽ നിന്ന് റിട്ടേൺ വന്നിട്ട് നാട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ ആഗ്രഹിക്കുന്നതിൽ ഒരാൾ പറയാണ് നല്ലൊരു ടെക്സ്റ്റൈൽ തുടങ്ങാമെന്ന് പറയുമ്പോൾ ചാടി മറ്റും തുടങ്ങി. അയൽവാസി ഒരു ടെക്സ്റ്റൈൽ തുടങ്ങിയോണ്ട് ഞാനും തുടങ്ങി, അയൽവാസി ഒരു ചായപ്പൊടി തുടങ്ങിക്കൊണ്ട് ഞാനും തുടങ്ങി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മേഖല, ഞാൻ തുടങ്ങാൻ പോകുന്ന മേഖല ഫ്യൂച്ചറിസ്റ്റിക് ആണോ, നാളുകളിൽ വരുന്ന തലമുറയിലേക്കും കൂടെ എനിക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖല അത്തരത്തിലുള്ളതാണ്. കാരണം എന്താ,
ഒന്ന്, വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വരുന്ന 2030 40 സാധ്യത ഉണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. നമ്മൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് 2024 എത്തി നിൽക്കുന്നു. ക്ലിയർ? അങ്ങനെയാണ് 10, 20, 30 വർഷം മുന്നോട്ട് സാധ്യതയും ജനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ വളരെ കറക്റ്റ് ആണ്, നമ്മളെ സെലക്ഷൻ വളരെ കറക്റ്റ് ആണ്. സ്വർണം അപ്പോഴാണ് ഇത് ബോധമില്ലാത്ത കുറെ ആളുകൾ നാട്ടിൽ നിന്ന് പോയി എല്ലാം മോനെ എനിക്ക് ഇതിന്റെ പിന്നാലെ നടക്കുന്ന ഇന്നും നിർത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വളരെ വേദനയോട് അവനെ നോക്കി പറയണോ, എല്ലയോ ഭഗവാനെ, എല്ലയോ ദൈവമേ, ഇവൻ ഇന്നും ബോധം വന്നിട്ടില്ലേ. അല്ലാതെ അവനോട് എതിർക്കാൻ നിൽക്കണ്ട, അവനോട് എതിർക്കാൻ നിൽക്കണ്ട. കാരണം നാളെ നമ്മളെ ബ്രാഞ്ചിൽ എവിടെയെങ്കിലും വരേണ്ട ആളാ, അവനോട് പറയണം, മനസ്സിൽ പറയണോ, അല്ലയോ ഭഗവാൻ, ഇവൻ ഇന്നും ബോധം വന്നിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് കൈ കൊടുത്തിട്ട് കുഴപ്പമില്ലടാ, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, നീ പറ്റുമെങ്കിൽ നിനക്ക് ഏതെങ്കിലും ഒരു സമയമുണ്ട്, ഒന്ന് വാ, നമുക്കൊന്ന് അതിനെപ്പറ്റി ഒന്ന് പഠിക്കാലോ അല്ലെ അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പുള്ളിയെ തിരിച്ചയക്കുക. കാരണം നമ്മുടെ ഡെവലപ്മെന്റ്സ് വരുമ്പോഴേക്ക് ഇവന് ആശങ്ക ഉണ്ടാവും, ഇനിയും ഞാൻ മാറി നിന്നിട്ട് കാര്യമില്ല, ഞാൻ വേഗം പ്രതീഷിന്റെ കൂടെ ജോയിൻ ചെയ്താലേ പ്രതീഷ് ഇന്ന് പഞ്ചെടുത്തിട്ടുണ്ടെങ്കിൽ പ്രതീഷ് അടുത്ത വണ്ടിയിലേക്ക് മാറുമ്പോൾ എനിക്കൊരു പഞ്ചെങ്കിൽ എടുക്കണേ, ഞാൻ ഇന്നേ പുള്ളിയുടെ കൂടെ ജോയിൻ ചെയ്യണം എന്നൊരു ബോധം വരും. അത് ഓട്ടോമാറ്റിക് വരുന്നതാണ്. മനസ്സിലായോ? കാരണം ഞാൻ ഈ ബിസിനസ് 2017 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ കളിയാക്കി. 18, 19, 20 കളിയാക്കിയ ആളുകള് 21, 22 എത്തിയപ്പോ മൈ ലൈഫ് സ്റ്റൈലിൽ എന്തോ ഉണ്ട് എന്ന ബോധം വന്നുകയും ഇങ്ങോട്ട് കയറി ജോയിൻ ചെയ്ത് തുടങ്ങി. എന്തുകൊണ്ടാ അറിയാം? ഞാൻ അന്നും ചെയ്യുന്ന മൈ ലൈഫ് സ്റ്റൈലാണ്, ഇന്നും ചെയ്യുന്ന മൈ ലൈഫ് സ്റ്റൈലാണ്. അക്കരെ പച്ച പോലെ ഏടിയും ചാടി ഓടി വേറെ കമ്പനി പോയിട്ടില്ല. ക്ലിയർ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അപ്പുറം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതിലും വലിയ സംഭവമാണ് അപ്പുറം എന്ന് ആളുകൾ പ്രലോഭിപ്പിക്കുന്ന സമയത്ത് മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ ജീവൻ തീർന്നു ഞാൻ പറയും. കാര്യം മനസ്സിലായോ? ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് IT കമ്പനിയിൽ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 കമ്പനിയാണ് ഇൻഫോസിസ് എന്ന കമ്പനി. ഏകദേശം എനിക്ക് തോന്നുന്നു 2000 കാലഘട്ടങ്ങളിലാണ് ഇൻഫോസിസ് വരുന്നത്. ഇൻഫോസിസ് തുടങ്ങിയത് നാരായൺ മൂർത്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണ്. അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ടില്ലാത്ത സമയത്ത് അവർ ലോണിന് അപ്ലൈ ചെയ്ത സമയത്ത് ബാങ്ക് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എന്താണ് പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ച സമയത്ത് പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞ് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞപ്പോ ബാങ്ക് മാനേജർ ചോദിച്ചു കാണിക്കൂ എന്ന് പറഞ്ഞു. എങ്ങനെയാ സോഫ്റ്റ്വെയർ എടുത്ത് കാണിക്കുക? കമ്പ്യൂട്ടറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തൊരു സോഫ്റ്റ്വെയർ നമുക്ക് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ റിജക്ട് ചെയ്യപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഇൻഫോസിസ് എന്ന കമ്പനി. എന്നിട്ട് ഇവർ കമ്പനി തുടങ്ങുന്നത് എന്താണ്, എങ്ങനെയാണെന്ന് അറിയാം? ഇവരുടെ ഭാര്യമാരുടെ ഗോൾഡൊക്കെ പണയം വെച്ചാണ്, സുധാമൂർത്തിന്റെ ഒക്കെ ഗോൾഡൊക്കെ പണയം വെച്ചാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 96 90 ആ ലെവലിലാണെങ്കിൽ തോന്നുന്നു. പക്ഷേ ഇവരെ 7 8 വ്യക്തികൾ ജോയിൻ ചെയ്ത് തുടങ്ങിയ കമ്പനി ഫസ്റ്റ് വർഷം, 2ാമത്തെ വർഷം, 3ാമത്തെ വർഷം, 4ാമത്തെ വർഷം ഒക്കെ ലോസ് ആണ്. പക്ഷെ ഈ ജോയിൻ ചെയ്ത ആളുകളൊക്കെ US വലിയ സാലറിയിൽ വലിയ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ അത് റിസൈൻ ചെയ്തിട്ടാണ് നാരായൺ മൂർത്തിയെ വിശ്വസിച്ചിട്ട് ഈ കമ്പനിയിൽ എന്ത് ചെയ്യുന്നത്, കാലെടുത്ത് വെക്കുന്നത്. അപ്പൊ നാരായൺ മൂർത്തി ഇങ്ങനെ ഈ 5 വർഷം 6 വർഷം കഴിഞ്ഞ സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് മനസ്സില്ല, കോൺഫിഡൻസ് അങ്ങോട്ട് പോയി. ഇത്ര വലിയ ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്ന് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത ആളുകളുടെ കോൺഫിഡൻസ് പോയി. ക്ലിയർ? പലപ്പോഴും നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരുമാനം കുറയുന്ന സമയത്ത് 10 പേരോട് കച്ചവടം പറയുമ്പോൾ നോ പറയുമ്പോൾ നമ്മളെ കോൺഫിഡൻസ് പോകും. അതേ കോൺഫിഡൻസ് 2000 ആർക്ക് പോയിട്ടുണ്ട്? ഇൻഫോസിസിൽ പ്രവർത്തിച്ച ആളുകളുടെ കോൺഫിഡൻസ് പോയി. പക്ഷെ അപ്പൊ നമ്മൾ ബെല്ലിസാറൊക്കെ നമ്മളെ പറയില്ലേ, എടാ പിടിച്ചു നിൽക്കണമെന്ന് പറയുമ്പോൾ നാരായൺ മൂർത്തി പറഞ്ഞു, നമുക്ക് ഇന്ന് ഈ കമ്പനിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. നാരായണ മൂർത്തി പറയാണ്, ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കമ്പനിയിൽ ഇന്നും വിശ്വാസമുണ്ട്, നമ്മളെ കമ്പനിയെ ഒരു അമേരിക്കൻ കമ്പനി ഏറ്റെടുക്കാൻ പോകുന്നു, കുറെ ഓർഡേഴ്സ് നമുക്ക് തരാൻ പോകുന്നു, അതുവഴി നമുക്ക് വലിയ ഹൈറ്റ്സിലേക്ക് പോകാൻ സാധിക്കും. പക്ഷെ ഇതില് 7ഓളം പേരിൽ 2 പേര് പറഞ്ഞു, നാരായണ മൂർത്തിയോട് പറഞ്ഞു, മൂർത്തി ഇങ്ങനെ കുറെ കാലമായിട്ട് നിങ്ങൾ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക, ഇപ്പൊ നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത്, ടീമിന്റെ അടുത്ത് പറയും, ഇതിഞ്ഞ് കുറെ കാലമായി പ്രതീക്ഷ പറയുന്നത് ഇന്ന് റെഡിയാവും, നാളെ റെഡിയാവും എന്ന് പറഞ്ഞിട്ട് എനിക്കിനി വെയിറ്റ് ചെയ്യാൻ സാധ്യതയില്ല, ഞാൻ നിൽക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഇതിലുണ്ടാവാം. പക്ഷെ നാരായൺ മൂർത്തിനോട് 2 പേര്, അശോക് അറോറ എന്ന് പറഞ്ഞ വ്യക്തി, മറ്റാളെ പേര് എനിക്ക് ഓർമ്മയില്ല, പുള്ളി പറഞ്ഞു, 2 പേരും പറഞ്ഞു, US താമസം, മാസത്തിൽ ലക്ഷങ്ങൾ സാലറി, കമ്പനിയുടെ വെഹിക്കിൾ, എന്റെ ഭാര്യ മക്കളൊക്കെ തന്നെ അവിടെ അക്കോമഡേഷൻ, ഇതൊക്കെ വിട്ടിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ഈ സാധനത്തിൽ ഞാൻ കൂടെ നിന്നത്. ക്ലിയർ? എന്റെ 7 വർഷം പോയി. 7 വർഷം ഇൻറ്റു ഇത്ര സാലറി, ഇത്ര വർഷം എനിക്ക് ലോസ് ആയി, എന്റെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പോയി. ക്ലിയർ? ഇനി നിങ്ങൾ പറഞ്ഞ കൂട്ടിന് എനിക്ക് നടക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ വിഹിതം തരിക, ഞങ്ങളെ വിടുക. 2 പേര് വളരെ കണിശമായി പറഞ്ഞു.
പക്ഷെ അതിൽ 4-5 പേര് ഈ നാരായണ മൂർത്തിന്റെ കൂടെ ചേർന്ന് നിന്നു എന്നുള്ളതാണ്. ഇവര് വിട്ടതിന് ശേഷം കമ്പനിയുടെ എന്ത് വന്നു? കമ്പനിയുടെ കമ്പനി ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനി ആയിട്ട് മാറിയപ്പോ അന്ന് നാരായൺ മൂർത്തിന്റെ കൂടെ പിടിച്ചു നിന്ന ആളുകൾക്ക് മിനിമം ഇന്ന് 1000 കോടിക്ക് മേൽ ആസ്തി ഉണ്ടെന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ്സിൽ നമ്മൾ പിടിച്ചു നിന്നാൽ, ഈ ബിസിനസ് ഒരു ലെവൽ, ഒരു ട്രാക്കിലേക്ക്, നമ്മുടെ ലൈഫിലെ ട്രാക്കിലേക്ക് കയറിയാൽ നമ്മളാകും നമ്മളെ ഏറ്റവും വലിയ സെലിബ്രിറ്റി. 2016 കഫ്നിയിൽ ഉപയോഗിച്ചോ അല്ലെ മൈ ലൈഫ് സ്റ്റൈലിന്റെ കമ്പനിയുടെ ഔട്ട്ലെറ്റോ നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒരാൾ പോലും കോഴിക്കോട് ജില്ലയിൽ ഇല്ലാത്ത സമയത്ത് ബെൽനി എമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ ബിസിനസിന്റെ മുന്നിൽ കയറി നിന്ന് നയിക്കാൻ തയ്യാറായപ്പോ ഇന്ന് മലബാറിൽ മൈ ലൈഫിലെ ഏറ്റവും വലിയ ലീഡർ ഏതാ, കേരളത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി ഏതാന്ന് വെച്ചാൽ ഫസ്റ്റ് ലെവലില് ബെൽനി എമ്മദ് എന്ന പേരുണ്ട്. ശരിയാണോ അല്ലേ? അതാണ് കറേജ് എന്ന് പറയുന്നത്, ധൈര്യം. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഈ ബിസിനസ് ചെയ്യാനുള്ള ധൈര്യം നമ്മൾ കാണും. ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് മൈ ലൈഫ് സ്റ്റൈൽ. അതിന്റെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു കറേജ്, ധൈര്യം നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ധൈര്യം കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ഏകദേശം 2000 കാലഘട്ടങ്ങളിൽ 2000 മുതൽ 2010 വരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ ഓർഗനൈസിങ് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം വന്നു ലോകത്ത്. എല്ലാം ഒരു കുടക്കീഴിലേക്ക് വന്ന് കുറെ ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് വലിയ മാളുകളിൽ കൂടെ വിൽപ്പന നടത്തുന്ന റിലയൻസ് റീറ്റെയിലിംഗ് പോലത്തെ, ബിഗ് ബസാർ പോലത്തെ കമ്പനികൾ വന്ന സമയത്ത് ആളുകൾ പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, വലിയ സമരങ്ങൾ വന്നു. ശരിയല്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തൊഴിൽ നഷ്ടം വരും, കടകൾ പൂട്ടിപ്പോകുന്നു പറഞ്ഞു വലിയ സമരം ചെയ്തു. എന്ത് സംഭവിച്ചു? സമരം ചെയ്തവർക്ക് കുറച്ച് സമയം സമരം ചെയ്യാനുള്ള ത്രാണി ഉണ്ടായിരുന്നുള്ളൂ. ഈ കമ്പനികൾ വലിയ ലെവലിലേക്ക് എന്ത് ചെയ്തു? വളർന്നു, പടർന്ന് പന്തിച്ച് ലോകം മുഴുവൻ അവരുടെ കൈപ്പിടിയിലായി. ശരിയാണല്ലോ? റിലയൻസ് ഇന്ന് ഇന്ത്യയിലെ റിലയൻസ് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞ വലിയ സംഭവമാണ്. ബിഗ് ബസാർ എന്ന വലിയ സംഭവമാണ്. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഓർഗനൈസിങ് റീറ്റെയിലിംഗ് 2000 മുതൽ 2010 വരെ വന്ന വലിയൊരു ചേഞ്ച് ആണ് ഓർഗനൈസിങ് റീറ്റെയിലിംഗ്. അതിന്റെ ചൂട് പിടിച്ച് വലിയ കമ്പനികൾ വരികയും അതുവഴി ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടം വന്നു, അല്ലെങ്കിൽ കടകൾ പോയി. പക്ഷെ അതൊന്നും മാറ്റത്തിന് ഒരു തടസ്സമായില്ല. മാറ്റം ഇവിടെ വന്നു, അതുവഴി കോടികൾ ഉണ്ടാക്കിയ ആളുകൾ വന്നു. അതിനുശേഷം 2010 മുതൽ 20 വരെ വന്ന ഒരു മാറ്റമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം. ഇ കൊമേഴ്സിന്റെ ചുവട് പിടിച്ചാണ് ഫ്ലിപ്കാർട്ടും ആമസോണും ലോകത്ത് വന്നു. എന്ത് സംഭവിച്ചു? വന്ന സമയത്ത് ആളുകൾ പറഞ്ഞു ഒരു കാരണവശാലും മൊബൈൽ നോക്കി അല്ലെങ്കിൽ ഇന്റർനെറ്റ് നോക്കി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആളുകൾ തയ്യാറാവില്ല എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് എന്ത് സംഭവിച്ചു? ഇന്ന് കൂടിയിരിക്കുന്ന 290 ആളുകളുടെ മൊബൈൽ ഫോണിലും ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഞാൻ ഗ്യാരണ്ടി പറയും. യെസ് ഓർ നോ? ശരിയല്ലേ? നിങ്ങൾ അതിൽ കൂട്ടിയിട്ടല്ലേ മൊബൈൽ വാങ്ങുന്നു, പെന്ന് വാങ്ങുന്നു, ചാന്ത് വാങ്ങുന്നു, പൊട്ട് വാങ്ങുന്നു, സാരി വാങ്ങുന്നു. പക്ഷെ ഒരു 15 വർഷം മുന്നേ ഇത് പറഞ്ഞ ആരും വിശ്വസിക്കും? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് 2010 to 2020 എന്ത് സംഭവിച്ചു വെച്ചാൽ, ലോകത്ത് ഇ കൊമേഴ്സിന്റെ കാലഘട്ടമാണെങ്കിൽ 2020 ശേഷം കമ്മ്യൂണിറ്റി കൊമേഴ്സിന്റെ കാലഘട്ടമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുകയും അത് മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ബെനിഫിറ്റ് തരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ എന്തിന് പഴഞ്ച സംവിധാനങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം? ഇത് പുതിയ തലമുറ ഇതിലേക്ക് മാറുകയില്ല. 2010 കാലഘട്ടങ്ങളിൽ ഓൺലൈനിൽ ബുക്ക് വിൽക്കാൻ വന്ന ഒരു കമ്പനിയാണ് ഫ്ലിപ്കാർട്ട് എന്ന കമ്പനി. ക്ലിയർ? മൂലധന നിക്ഷേപത്തിന് പൈസ ഇല്ലാതെ ജനങ്ങളെ സമാഹരിച്ചിട്ടാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ന് അതിന്റെ ഓഹരി മാത്രം വിട്ടിട്ട് അതിന്റെ ഒരു ഓണർ കഴിഞ്ഞ മാസം നേടിയത് 1250 കോടിയാണ്. 2010 വർഷം മുന്നേ അല്ലെ 13 വർഷം മുന്നേ ഓൺലൈനിൽ ബുക്ക് വെക്കുന്ന കമ്പനിയായിരുന്നു. ഇപ്പൊ നമ്മളോട് പറയും, ഇപ്പൊ അനീഷ് സാറിനെ പറ്റി പണ്ട് പറഞ്ഞ മരുന്ന് വെക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ, ഇല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് അടക്കുന്ന ഒരു വ്യക്തികളിലായിട്ട് ആര് മാറിയിട്ടുണ്ട്? അനീഷും അനൂപൊക്കെ മാറിയിട്ടുണ്ട്, ബെൽനിയൊക്കെ മാറിയിട്ടുണ്ട്. ശരിയല്ലേ? ചെറിയ 10 വർഷം. അപ്പം ഓർഗനൈസിങ് റീറ്റെയിലിംഗ് എന്ന് പറയുന്ന സംവിധാനം ലോകത്ത് ശക്തമാകുന്നുണ്ട്. നമ്മളെ ബിസിനസ്സും ഇത് തന്നെയാണ്. നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ കിട്ടുകയും ആ ഉൽപ്പന്നം നമ്മൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്
ഇത് ഒരു പുതിയ കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇനി വരുന്ന കാലഘട്ടം ഇതിൻ്റെതാണ്. അപ്പം നമ്മൾ മാറിയില്ലെങ്കിലും മാറുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വരാം. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിന്റെ സാധ്യത മനസ്സിലാക്കുകയും ഇതുവഴി വലിയ ലെവലിലേക്ക് നമ്മൾ ഉയർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സ്വപ്നങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് നിങ്ങളോട് പറയണം. അപ്പം നമ്മളെ സെലക്ഷൻ വളരെ കറക്റ്റ് ആണ്. 2000 മുതൽ 2010 വരെ വന്ന മാറ്റം ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അത് വലിയ ലോകത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കി. 2010 to 2020 ഇ കൊമേഴ്സ് വിപ്ലവം ഉണ്ടാക്കി. വിദഗ്ധർ പറയുന്നു 2020 ശേഷം ഓർഗനൈസിങ് റീറ്റെയിലിംഗ് ആണ് നമ്മളെ ലോകത്ത് ഏറ്റവും കൂടുതൽ ശക്തമാകാൻ പോകുന്നത്. അത് ടച്ച് ചെയ്തിരിക്കുന്ന സംവിധാനങ്ങളാണ് ലോകത്ത് കാശുണ്ടാക്കാൻ പോകുന്നതെങ്കിൽ ഞാനോ നിങ്ങൾ എതിർക്കേണ്ട കാര്യം ഇല്ല. നമ്മൾ അതിന്റെ ഭാഗമാവുക എന്നുള്ളതാണ്. ദൈവം സഹായിച്ച് നമ്മൾ ഭാഗമായി കഴിഞ്ഞു. ഇനി ഈ ബിസിനസ് എന്താണ്, അതിശക്തമായി ഇതിന്റെ സിസ്റ്റമാറ്റിക്കൽ ഒരു പ്രവർത്തനത്തിലൂടെ വലിയ സക്സസിലേക്ക് നമുക്ക് ഓരോ ആളുകൾക്കും പോകാൻ സാധിക്കണം. അതിലേക്ക് വരുന്ന സമയത്ത് തുടക്കക്കാർ ചെയ്യുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളെ പറ്റി ഞാൻ ഓടിച്ചു പറയാം. നമുക്ക് ഇനിയാകെ ഒരു 30 മിനിറ്റ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ 30 മിനിറ്റിനുള്ളിൽ വളരെ ഡീറ്റെയിൽ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറയാം. ക്ലിയർ? ഇതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലും എല്ലാം നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും നമ്മൾ ട്രെയിനിങ്ങിൽ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഷെയർ ചെയ്തുള്ളൂ. അതിൽ ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം പഠിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡ്. ചില ആളുകൾ ധാരണ വെച്ചാൽ, സാറേ നീ എന്താ സ്റ്റാർട്ട് ചെയ്തില്ലേ, നമുക്ക് കാര്യങ്ങൾ നീക്കേണ്ട. അയ്യോ സാറേ കുറച്ച് വെയിറ്റ് ചെയ്യണം, ഞാൻ ഇതിൽ ഒന്ന് പഠിക്കട്ടെ. ഒരു ബൈക്ക് പഠിക്കാൻ, ഒരു കാർ പഠിക്കാൻ വേണ്ടി നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിൽ ഓൾറെഡി ഒന്നും പറയണ്ട, പ്രജീഷ് സാറാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിക്കാൻ കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഞാൻ തൊട്ടപ്പുറത്ത് ഇൻസ്ട്രക്ടറായിട്ട് പ്രദീപ് സാർ വന്നു. പ്രദീപ് സാർ പറഞ്ഞു സ്റ്റെയറിംഗ് തൊട്ട് നെറ്റീമിൽ വെച്ചിട്ട് ഞാൻ തുടങ്ങി. പ്രദീപ് സാർ പറഞ്ഞു എന്ത് ചെയ്തു, ആദ്യം ക്ലച്ച് ചവിട്ടു, ഞാൻ ചവിട്ടി. എന്നതിന് ശേഷം ഫസ്റ്റിലേക്ക് ഇടും, ഞാൻ ഇട്ടു. മെല്ലെ ആക്സിലേറ്റർ കാലമർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് വിടുന്നു, ആക്സിലേറ്റർ അമർത്തു പറഞ്ഞു. ഞാൻ അതേപോലെ ചെയ്തു. വണ്ടി ഒന്ന് മൂവ് ചെയ്ത സമയത്ത് സെക്കൻഡിലിടൂ എന്ന് പറഞ്ഞ് സെക്കൻഡിലിട്ടു. തേർഡിലേക്ക് ഇടുമ്പോൾ ഞാൻ പറയാണ്, പ്രദീപ് സാറെ ഒന്ന് നിർത്തണം. സാറേ ഈ ഫസ്റ്റ് എങ്ങനെയാണ് സെക്കൻഡിലേക്ക് പോകുന്നത്? ആ ഒരു എഞ്ചിന്റെ പ്രവർത്തനം എന്താണ് പഠിച്ചിട്ട് മതി ഇനി സ്റ്റെയറിംഗ് ലെവൽ അതിലൊന്നും ഞാൻ പറഞ്ഞ നടക്കും. നിങ്ങൾ പറ, അങ്ങനെയാണോ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുക? ഇനി ഡീസൽ ഒഴിച്ചിട്ട് അതെങ്ങനെ എനർജി ആവുന്നു, അതെങ്ങനെ ഫ്ലോ ആവുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ? വേണ്ട. അത് നേരെ നോക്കി കണ്ണാടി 2 സൈഡ് റെഡിയാക്കി മുമ്പിൽ കണ്ണിന്റെ ബാഗിൽ നോക്കി സിഗ്നൽ ഇട്ട് അത് ഇൻസ്ട്രക്ടർ പറയുന്ന രീതിയിൽ പഠിക്കാൻ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റും. അതിന് എഞ്ചിനീയറിംഗ് വിഭാഗം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ക്ലിയർ? ഇവിടെ ഇപ്പൊ തുടങ്ങിയ ആള് തന്നെ 2,10,000 എങ്ങനെ കിട്ടണം? ഇനി കഫ്നിലുള്ള ഇൻഗ്രീഡിയൻസ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരം എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത്, അതിന്റെ പ്ലാന്റ് കാണണം എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം കഫ്നില് ഇന്ന് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 6-7 കൊല്ലായി. ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മളെന്തിനാ വെറീഡ് ആവണം? അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എല്ലാം പഠിച്ച് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ വാങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, പ്രോഡക്റ്റിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അത് മറ്റുള്ള ആളുകൾക്ക് ലീഡറുടെ സഹായത്തോടു കൂടെ ഷെയർ ചെയ്യാനും സിസ്റ്റം പറയുന്നതിൽ പ്രവർത്തിക്കാനുള്ള ഒരു തയ്യാറാവുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ആദ്യ കടമ്പ ഇത് നമ്മൾ എന്ത് ചെയ്യും, കടക്കും. രണ്ടാമത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിമം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻ ചെയ്തൊരു ടൈമിൽ ഞാൻ പറയും ഒരു ഹണിമൂൺ മൂഡിലാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ലെവൽ വളരെ ഹൈ ആയി. ജോയിൻ ചെയ്ത് ഒരു ട്രെയിനിങ് ഒരു പരിപാടി അറ്റൻഡ് ചെയ്ത്, ഇപ്പം നളന്തയിലെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ആവേശത്തിലാണ്. കാണുന്നവരോടൊക്കെ തന്നെ നമ്മൾ ബിസിനസ് പറയാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ അവരൊക്കെ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് തന്നിട്ട് കൊല്ലും. ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താ അറിയോ? എല്ലാം എനിക്കറിയാം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇവിടെയും വരുന്നു. നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മിനിമം, നിങ്ങൾ ഒരു വ്യക്തിയെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മിനിമം 10 to 15 ഡേയ്സ്, 30 ദിവസമാണ് മിനിമം പറയുന്നത്. മിനിമം ഒരു 15 ദിവസമെങ്കിലും ഇവരെ മറ്റുള്ള ആൾക്ക് പ്ലാൻ കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഈ സിസ്റ്റത്തിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഫസ്റ്റ് ഡേ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആ ഫാമിലിയിൽ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, ആ ഒരു വിശ്വാസം ഉണ്ടാക്കലാണ് ആദ്യത്തെ പടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നളന്തയിൽ ഒരു GTS ഒരു വ്യക്തിയെ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ 1-to-1% ആ വ്യക്തി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഈ 100 കണക്കിന് ആളുകളിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചാൽ സ്വന്തമായിട്ടൊരു വിശ്വാസം വരും. ഞാൻ മാത്രമല്ല
ആയിരക്കണക്കിന് ആളുകൾ ഇത് ചെയ്യുന്നു. ഇത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ്. ഞാൻ ഇതിൽ കുറച്ചുകൂടെ സീരിയസ്ലി അപ്രോച്ച് ചെയ്യുന്ന ഒരു ബോധം ആർക്ക് വരും? ഈ ജോയിൻ ചെയ്ത വ്യക്തിക്ക് വരും. അതിനുശേഷം ഒരു FSL കൊണ്ടുവന്ന് ഇരുത്തിയാൽ ആ വ്യക്തിക്ക് ഇതിന്റെ സാധ്യത മനസ്സിലാവും, ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി വ്യക്തത വരും. ക്ലിയർ? ഇപ്പോഴേക്ക് മെന്റലി അയാൾ എന്തായിട്ടുണ്ടാവും? സെറ്റ് ആയിട്ടുണ്ടാവും. അയാൾക്കൊരു ബോധം വരും, ഞാൻ സ്വന്തമായിട്ട് ചെയ്യേണ്ടതല്ല, എന്റെ ലീഡറുടെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യേണ്ടത് തുടക്കത്തിൽ. അപ്പൊ എന്ത് സംഭവിക്കും വെച്ചാൽ തുടക്കക്കാരൻ ചെയ്യുന്ന പല മിസ്റ്റേക്കുകളും കുറയുകയും നല്ല നല്ല ക്ലയൻസിലേക്ക് നമുക്ക് ലീഡറേയും കൂട്ടി കൊണ്ടുപോയി ബോധ്യപ്പെടുത്തി ഫസ്റ്റ് ലെവലിൽ വരുന്ന ആളുകൾ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആളുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ വളരെ ആവേശത്തോടു കൂടെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബിസിനസിനെ സമീപിക്കുകയും ചറപറ നാട് നിറഞ്ഞ് എന്തൊക്കെയോ രീതിയിൽ പറഞ്ഞു നടന്ന് കുറെ നെഗറ്റീവ് വാങ്ങി വെക്കുകയും കുറച്ച് കഴിഞ്ഞാൽ ബിസിനസ് നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ട് പല ആളുകൾ. ശരിയല്ലേ? അതിന് വേണ്ട ഒറ്റ മാർഗം എത്രയേ ഉള്ളൂ, നിങ്ങളുടെ സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം ഫസ്റ്റ് 30 days അദ്ദേഹത്തിന് അനുസരിക്കുക എന്നുള്ളതാണ്. ഈ ബിസിനസ്സായിട്ട് അദ്ദേഹം എന്താണോ പറയുന്നത് അത് മാത്രം ഫോളോ ചെയ്യുക, എതിരങ്ങോട്ട് പറയാതിരിക്കുക. ചിലപ്പോൾ പരിചയപ്പെടുത്തിയ വ്യക്തി 7ാം ക്ലാസ് ഗുസ്തിക്കാരനും സ്റ്റാർട്ട് ചെയ്ത ഡിഗ്രിക്കാരനാണെങ്കിൽ അവൻ ചിന്തിക്കുന്നത് ഞാൻ ഡിഗ്രിക്കാരൻ, അവൻ പറയുന്നത് എന്തിനാ ഞാൻ കേൾക്കുന്നത് എന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവും. ദയവേത് അത് ചെയ്യരുത്. നിങ്ങൾ ഏത് ബാങ്ക് മാനേജർ ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിക്കോട്ടെ, വലിയ കൊമ്പത്തുള്ള ആശാനായിക്കോട്ടെ, ഇങ്ങനെ തന്നെ പറയാം നാട്ടുഭാഷയിൽ, നിങ്ങൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഞാനാലും നിങ്ങളായാലും. നിങ്ങൾ ഏത് മേഖല വലിയ സംഭവം ആയിക്കോട്ടെ, പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവലാണ്, രീതിയാണ്. അത് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് എത്ര കോടികൾ പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. അപ്പം സിസ്റ്റമാറ്റിക്കലി നമ്മൾ പ്രവർത്തിക്കാനും സിസ്റ്റം പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാണോ? എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് വെച്ചാൽ ജസ്റ്റ് 15 days ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും എന്ത് ചെയ്യുക? പ്രാധാന്യം കൊടുക്കുക. ഇതിന്റെ അറിവ് വെച്ചിട്ടായിരിക്കണം, ആ കോൺഫിഡൻസിലായിരിക്കണം നമ്മൾ മറ്റുള്ള അടുത്ത് മുഖത്ത് നോക്കി പറയുന്ന സമയത്ത് കേൾക്കുന്ന വ്യക്തിക്ക് ഇതിൽ എന്തൊക്കെ സത്യമുണ്ടെന്നൊരു ഫീൽ ഉണ്ടാവും. റൈറ്റ്? അത് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അത് മാത്രമല്ല, മൂന്നാമത്തെ കാര്യം വെച്ചാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈസി മണിയല്ല. ഇവിടെ നല്ല പണിയുണ്ട്. സത്യമായിട്ട് അറിയാലോ. നിങ്ങൾ ഫസ്റ്റ് 1 year ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറാവും. കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ള ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയും ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള വിശ്വാസം ഉണ്ടാക്കുകയും നമ്മൾ ഒരു ശക്തമായ ഒരു ഓർഗനൈസേഷന്റെ കൂടെയാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ഫസ്റ്റ് 1 year നമ്മൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ പറ്റിയ ലെവലിലേക്ക് നമ്മൾ മാറും. പിന്നെ എത്ര പ്രയാസങ്ങൾ വന്ന് സ്ട്രഗിൾ വന്നാലും നമ്മൾ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകില്ല. ഫസ്റ്റ് 1 year ആണ് ഈ ബിസിനസ്സിൽ ആളുകൾ ക്വിറ്റ് ചെയ്ത് പോകുന്നത്, നിർത്തി പോകുന്നത്. പക്ഷെ ഫസ്റ്റ് 1 year നമ്മൾ എന്ത് ചെയ്യണം? മെന്റലി സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ഓരോ പ്രതിസന്ധിയും നമ്മൾ എവിടെ പോവില്ല, ഒലഞ്ഞു പോവില്ല. മനസ്സിലാണെങ്കിൽ വേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ വേരിലാണ് ആ വൃക്ഷത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ വേര് എവിടെയാ? നമ്മൾ കാലിൻ്റെതാവട്ടോ കൈൻ്റെതാവട്ടോ അല്ല, നമ്മുടെ ഉള്ളിലാണ് നമ്മളെ വേരുകൾ ഉള്ളത്. വേരുകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് 1 year നമ്മളെ പണി. ഇത് ശക്തമായ വേരുകളാണ് നമുക്ക് ഉള്ളിലെങ്കിൽ നമ്മൾ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഒലഞ്ഞു പോവില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇങ്ങനത്തെ മരങ്ങളാണ്, ഇത്ര ശക്തമായ വേരുള്ള ആളുകളാണ് വലിയ മരങ്ങളായിട്ട് മാറുന്നത്, പോലെ വലിയ ലീഡേഴ്സ് ആയിട്ട് മാറുന്നത്, വലിയ ആസ്തിയുള്ളവരായിട്ട് മാറുന്നത്, ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് വരുമാനത്തിക്കുന്നവരാണ്. അപ്പം ശക്തമായ വേരുള്ള ആളുകളായിട്ട്, ശക്തമായ അറിവുള്ള ആളുകളായിട്ട്, ശക്തമായ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ട് നമ്മൾ മാറിയാൽ നിങ്ങൾ ഒരു ഐക്കണായിട്ട് മാറും. നിങ്ങൾ ഒരു ബ്രാൻഡായിട്ട്, ഒരു തർക്കമില്ല. അതിന് നമ്മൾ ക്വാളിഫിക്കേഷനോ നമ്മളെ സൗന്ദര്യമോ കുടുംബ മഹിമയോ ഒന്നും ഇവിടെ ഒരു ആധാരമേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ആളുകൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈസി മണി അല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ജോയിൻ ചെയ്ത് ഇതിനകത്ത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ, ഇതിനകത്ത് ഒരു നോളജ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ ഫുൾ ടൈം ആവാൻ വേണ്ടി ആരും നിൽക്കണം. ജസ്റ്റ് ഇപ്പം ബെല്ലി സാർ പോലും പറയുന്നു, നിങ്ങൾ ഫുൾ ടൈം ആവണമെങ്കിൽ DTC റാങ്ക് പോകുമ്പോൾ നിങ്ങൾ ഫുൾ ടൈം ആയിക്കോളൂ. മിനിമം ആവറേജ് 35,000-40,000 ഒരു കളി DTC റാങ്കിലില്ല. മിനിമം ഒരു ആവറേജ് പെർഫോമൻസ്, ഒരു പെർഫോമൻസും പ്ലസ് റീറ്റെയിൽ പ്രോഫിറ്റ് STV ഒക്കെ അടക്കം ഒരു 35,000-ന് മേലെ വരുമാനം കിട്ടും. ഇന്ന് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഫേമിൽ പോയാൽ ഈ പൈസയെ കിട്ടുന്നുള്ളൂ. പക്ഷെ അത് മറ്റുള്ള ആൾ അണ്ടറിൽ അതിനുള്ള ബോസിന്റെ കീഴിൽ വർക്ക് ചെയ്യണം. ഇത് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ഫീൽഡാണ്. ഒരാൾ നിങ്ങളെ നിയന്ത്രിക്കാൻ. നിങ്ങൾ ഏതൊരാളും ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തൊട്ട് അപ്ലൈനോട് പറയാം, സാർ എനിക്ക് ഫുൾ ടൈം ചെയ്യണം, എനിക്ക് എന്നെ കോൺഫിഡൻസ് ഉണ്ട്, ലീഡർ പറയും നീ ചെയ്തോ. ലീഡറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഫുൾ ടൈമർ ആവുക. ഫുൾ ടൈം ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ വളരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പ്രോഡക്റ്റ് ബേസ്, കമ്പനി ബേസ്, ഡയറക്ട് സെല്ലിംഗ് എന്താണ് അതിനെപ്പറ്റി വ്യക്തമായി പഠിക്കാനും അതിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കലും നമ്മളെ സ്വന്തം കഴിവ് വർദ്ധിപ്പിക്കാനും അതുവഴി
സ്വന്തം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു കോൺഫിഡൻസിലേക്ക് എത്രയും പെട്ടെന്ന് മാറുക, എത്രയും പെട്ടെന്ന് മാറുക, എത്രയും പെട്ടെന്ന് ഫുൾ ടൈം ആവുക ലീഡറുടെ നിർദ്ദേശപ്രകാരം. അല്ലാതെ ലീഡർ പറയുന്നത് ഇപ്പൊ ആവണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്ത് ആവാന്ന് പറഞ്ഞാൽ ലീഡർ എന്താണോ പറയുന്നത്, നിങ്ങളുടെ ടീമിന്റെ സ്ട്രക്ചർ അനുസരിച്ച് ലീഡർ പറയുക, ലീഡർ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്യുക. നിങ്ങളെ രീതിയിൽ ചാടി ആവേശത്തിൽ ഇറങ്ങലല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യലാണ് ഏറ്റവും വലിയ ബുദ്ധി. അത് ലീഡർ നിങ്ങളോട് പറയും, ഇന്ന ലെവൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലീഡർ ഇപ്പൊ തന്നെ ഫുൾ ടൈം ആണെന്നാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, സാഹചര്യം നോക്കി എന്ത് ചെയ്യാവുക. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, റീറ്റെയിലിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. നിലവിൽ നിങ്ങളെ ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് നിങ്ങളെ നെക്സ്റ്റ് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ആകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എല്ലാവരും, ഞാൻ അടക്കം കസ്റ്റമേഴ്സ് ആയിരുന്നു, നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിയ ആളുകളാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇന്ന് സീരിയസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഉൽപ്പന്നങ്ങളിൽ വിശ്വാസം വരികയും അതിനുശേഷം നമ്മൾ മാനസികമായിട്ട് നമ്മൾ കൺവേർട്ട് ആയതാണ് ഈ ബിസിനസ്സിലേക്ക്. പിന്നെയാണ് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നതും, പിന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഈ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ വർഷങ്ങൾ എടുക്കും. ഒരു പക്ഷേ ചില ആളുകൾ പെട്ടെന്ന് ഈ ബിസിനസ് മനസ്സിലാവും, ചില ആൾക്ക് മനസ്സിലാവാൻ സമയമെടുക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, വൺ മാൻ വൺ ഇൻഡസ്ട്രിയാണ്, ഒരു വ്യക്തി ഒരു വ്യവസായം. ക്ലിയർ? ശരിയല്ലേ? നമ്മൾ ആലോചിക്കുക, ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 കുരു ഉണ്ടാവും. 4 കുരു നിങ്ങളെ വീടിന്റെ ചുറ്റുവട്ടത്ത് 4 നട്ടും 3 പൊടിച്ചില്ല. പക്ഷെ ഒരു ആപ്പിളിന്റെ തൈ മാത്രം പൊടിച്ചു വളർന്നു, നാളുകൾ ഒരു വൃക്ഷമായി മാറി. നാളെ അതിൽ നിന്ന് എത്ര ആപ്പിൾ വരും എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് ആയിരക്കണക്കിനാവും, ലക്ഷക്കണക്കിനാവും. അതുപോലെ എല്ലാ ആളുകളിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സാധ്യത കാണണം. നമ്മൾ ഈഗോ മാറ്റിവെച്ച് നമ്മൾ വളരെ സ്നേഹത്തോടുകൂടെ റിലേഷൻ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആളുകളെ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് കൊടുക്കുക. അവരുടെ ഏത് ജോലിയായാലും അവരുടെ ബഹുമാനത്തോടെ കാണുകയും നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഈ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യും, വലിയ ശക്തമായ ഒരു ടീം ഉണ്ടാവും. ഇവിടെ കമ്പനിയുടെ മോശം കൊണ്ടോ പ്രോഡക്റ്റിന്റെ മോശം കൊണ്ടോ എല്ലാ ആളുകളും നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നത്, ലൂസായി പോകുന്നത്. റിലേഷൻഷിപ്പ് സ്ട്രോങ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലൂസായി പോകും. മീൻസ് എന്ത് സംഭവിക്കും? ഇപ്പൊ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മളെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഈ ബിസിനസ്സിലെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ആളുകളുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ നിലവിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആളുകളുടെ ധാരണ, വിജയിക്കുന്ന ആളുകൾ തന്നെ എന്താണ്, വലിയ രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആളുകളാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുന്നത്. ഒരിക്കലും സംസാരത്തിന് ഒരു 10% മാത്രമേ ഇതിൻ്റെ അകത്ത് കാര്യം എന്തുള്ളൂ, ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് ഒരു പക്ഷെ പറയാം. കാരണം എന്താ, അതിനേക്കാൾ ഉപരി നമ്മളുടെ ബോഡി ലാംഗ്വേജിന് വളരെ ഇമ്പോർട്ടൻസ്. എന്താണ് ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ നോട്ടം, നമ്മളെ നടപ്പ്, നമ്മളെ ഇരിക്കുന്ന രീതി, നമ്മളെ ചിരി, നമ്മളെ കണ്ണുകൾ, നമ്മൾ മറ്റുള്ള ആളുകളോട് ഇടപഴകുന്ന രീതി ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ സംസാരിക്കും സാറേ, എനിക്ക് നന്നായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഇതിൽ വിജയിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത ആർക്കും വേണ്ട. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് സ്ട്രോങ് ആണെങ്കിൽ ഗ്യാരണ്ടി ഞാൻ പറയാം, 100 കണക്കിന് ആളുകൾ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. ഏറ്റവും വലുതായിട്ട് വേണ്ടത് നമ്മളെ സെൽഫ് കോൺഫിഡൻസ് ആണ്, ബിലീഫ് ആണ്. അതുപോലെ തന്നെ എനർജി ലെവൽ ഹൈ ആയി, വളരെ വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് എപ്പോഴും ഇരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളിൽ ആളുകൾ എന്ത് ചെയ്യുക, അടുത്ത് വരും. നമ്മൾ പറയാറില്ലേ, ഒരു തടിക്കഷ്ണമാവാതെ ഒരു മാഗ്നറ്റ് ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കും. എന്താണ് തടിക്കഷ്ണം മാഗ്നറ്റ് എന്നുള്ള വ്യത്യാസം? തടിക്കഷ്ണം ഒരു സ്ഥലത്തിട്ട ഇട്ടെടുത്ത് കാണും. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വൈറ്റ് പേപ്പറിന്റെ ബാക്ക് സൈഡിൽ മാഗ്നറ്റ് വെച്ച് ഒരു ഇരുമ്പ് പൊടി വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് പൊടിയെ നമ്മൾ ഇങ്ങനെ വലിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോകാൻ ആ മാഗ്നറ്റിന് കഴിയുന്നുള്ളതാണ്. അതുപോലെ നിങ്ങളിൽ ഒരു എനർജി എപ്പോഴും ഉണ്ടോ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ, ആളുകൾ നിങ്ങളെടുത്ത് മാഗ്നറ്റ് പോലെ ആയിട്ട് നിങ്ങൾ മാറും. മീൻസ് ആളുകൾ നിങ്ങളെടുത്ത് ഇങ്ങനെ വലിഞ്ഞു വരും. ശരിയല്ലേ? ഓരോ ലീഡേഴ്സിനും കാണാൻ പറ്റുന്നില്ലേ? അപ്പോ നമുക്കുള്ളിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്. ഈ വീക്കിൽ നമുക്ക് വലിയ സെയിൽസ് ഒന്നും കിട്ടിയില്ല, നോ പ്രോബ്ലം, ബിസിനസ് ആണ്, കയറി ഇറങ്ങിയിരിക്കും. ശരിയല്ലേ? നിങ്ങൾ ടൗണിൽ ഇറങ്ങിയിട്ട് 10 കട എടുത്തിട്ട് ഒരു പഠനം നടത്തി നോക്കി, 10 കടകളിലും എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ വളരെ സങ്കടകരമായിട്ടുള്ള റിസൾട്ടേ ആ കടക്കാരന് തരാൻ പറ്റില്ല. എന്നിട്ട് അവര് രാവിലെ വന്നിട്ട് എനർജിയിൽ കട തുറക്കുന്നില്ലേ? അവര് സങ്കടം പറഞ്ഞു നടക്കുക അല്ല. അപ്പൊ എന്താ, നമ്മളെ ബിസിനസ്, നമ്മളെ സ്ഥാപനത്തിൽ കച്ചവടം നടക്കണമെങ്കിൽ നമ്മളെ ബിസിനസ് മികച്ചതാണ്, ഇത് ഒരു കരിയറായിട്ട് സെലക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നത് നമ്മളെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ ആളുകൾക്ക് പറ്റും. എനർജി ലൂസ് ആണെങ്കിലോ ഒരു തർക്കവും വേണ്ട, ഒരു മനുഷ്യൻ കൂടെ ഉണ്ടാകും, ദൈവം പോലും കൂടെ ഉണ്ടാകും. ശരിയല്ലേ?
ഈ ബിസിനസ്സിൽ സ്ട്രഗിൾസ് വരും, സെയിൽസ് കുറയും, വരുമാനം കുറയും. പക്ഷെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഈ പറഞ്ഞ ഇല്ലാത്ത എല്ലാം കയറി ഒരു തർക്കമില്ലാത്ത കാര്യം. നമ്മളാണ് ഇതൊക്കെ തന്നെ ഇതിന് കാരണം. നമ്മളെ എനർജിയാണ് കാരണം, നമ്മളെ എക്സൈറ്റ്മെന്റ് ആണ്. ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിസിനസ് രണ്ട് കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ വേണം. ഒന്ന്, നീറ്റ് ഡ്രസ് ആൻഡ് പോസിറ്റീവ് ടോക്ക്. രണ്ട് കാര്യം നിങ്ങൾ എന്തിനും ശ്രദ്ധിക്കണം. ഈ ബിസിനസ് ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് വളരെ വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കുക, നീറ്റ് ഡ്രസ്, വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വളരെ എന്താണ്? സ്ട്രോങ് ആയിരിക്കും. നമ്മളെ എനർജി എക്സൈറ്റ്മെന്റ് വളരെ പവർഫുൾ ആണെങ്കിൽ ഗ്യാരണ്ടി ഈ ബിസിനസ്സിൽ ആയിരക്കണക്കിന് ആളുകൾ നമ്മൾ ഒരു തർക്കമില്ലാത്ത കാര്യം. ഇപ്പൊ സംഭവമായിട്ട് നമ്മള് മുഖത്ത് വരുന്ന ഭാവങ്ങൾ, അതുപോലെ നമ്മളെ ഐ കോണ്ടാക്ട്സ്, നമ്മളെ ചിരി, നമ്മളെ ഡ്രസ് കോഡ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻസ് ആണ്. ഇതാണ് ഒന്നിനും എന്താണ്, എല്ലാത്തിനും വളരെയേറെ എന്തുണ്ട്, പ്രാധാന്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതൊന്നും ലൂസായി പോകാൻ പാടില്ല. മീൻസ് നമ്മളെടുത്തൊരു കൈമോശം എന്ത് ചെയ്യരുത്, വരാൻ പാടില്ല. ബോഡി ലാംഗ്വേജ് വളരെ പവർഫുൾ ആണെങ്കിൽ നമ്മൾ ആളുകൾ നമ്മളോട് അസോസിയേറ്റ് ചെയ്യും. നിലവില് ചിലറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊരിക്കലും കാലാകാലത്തേക്കല്ല. അതിലൊരു വലിയ ചേഞ്ചസ് എന്തായാലും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബോഡി ലാംഗ്വേജിൽ രണ്ടാമത്തെ കാര്യം വോയിസ് ടോൺ ആണ്, വോയിസ് മോഡുലേഷൻ. ചില ആളുകൾ എത്ര സംസാരിച്ചാലും നമുക്ക് ബോറടിക്കും. ചില ആളുകളുടെ സംസാരം നമുക്ക് ഇറിറ്റേഷൻ വരും. ഇപ്പൊ ബെല്ലി സാർ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ബെല്ലി സാർ എത്ര സംസാരിച്ചാലും എത്ര തിരക്കുള്ളവനും അവിടെ ഇരുന്ന് കേട്ടുപോകും, കണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ പോകും. പല മീറ്റിങ്ങിലും സാറേ ബെല്ലി സാറിന്റെ സെഷൻ എപ്പാന്ന്, ഞാനൊക്കെ MC ആയിട്ട് കയറുന്ന സമയത്ത് പല ആളും സാറേ ബെല്ലി സാറിന്റെ സെഷൻ എപ്പാ വരുന്നത്, ബെല്ലി സാർ എത്ര മണിക്കാ കയറുക എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. കാരണം എന്താ? അദ്ദേഹത്തിന്റെ സംസാരം ആളുകൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ സ്പീച്ച് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ എല്ലാത്തിലും ഇത് കോപ്പി പേസ്റ്റ് ആണ്. ഈ ബിസിനസ് ആളുകൾ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മളെ രീതികൾ നമ്മൾ പഠിക്കുകയും നമ്മൾ എങ്ങനെ പവർഫുൾ ആയി സംസാരിക്കാൻ പറ്റും, എങ്ങനെ നമ്മൾ ആ വോയിസ് കറക്റ്റ് ചെയ്യാൻ പറ്റും ഒക്കെ നമ്മൾ അനുദിനം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചുകൊണ്ടേയിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ചില ആളുകൾ എന്താ വെച്ചാൽ കുറെ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തല്ലേ, ഇനി എന്തിനാ ട്രെയിനിങ്, ഞാൻ ഇതെത്ര കേട്ടതാ, ഇത് തന്നെയല്ലേ എന്നും പറയാൻ പോകുന്നത് എന്ന രീതിയിൽ ചിന്തിക്കരുത്. ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. എല്ലാ മീറ്റിംഗും എന്തെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റ് നമുക്ക് കിട്ടും. എപ്പോഴും നമ്മളെ ആളുകളുടെ എക്സ്പീരിയൻസ് കേട്ടോണ്ടിരിക്കണം. ആളുകൾ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാം GTS ആണെങ്കിൽ GTS കേട്ടോണ്ടിരിക്കണം, NDO കേട്ടോണ്ടിരിക്കണം. എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മീറ്റിംഗിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒന്നോ രണ്ടോ പോയിന്റുകൾ എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ പോയിന്റുകളാണ് നിങ്ങളുടെ ബിസിനസിനെ സ്പീഡാക്കുന്നത്, നിങ്ങളെ കോൺഫിഡൻസിന് ഉയർത്തും, നിങ്ങളുടെ എനർജി ലെവൽ ഉയർത്തും ഒക്കെ തന്നെ. അപ്പം എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം. അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യപ്പെടും, ഔട്ട്ഡേറ്റഡ് ആയി പോകും എന്ന് പറയും. ക്ലിയർ? നമ്മളിപ്പോ ഒന്നും വേണ്ട, നമ്മൾ മൊബൈൽ ഫോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഹാങ് ആയി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ഡാറ്റാസ് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഫ്രീ സ്പേസ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ? ഹാങ് ആയി നമ്മളൊന്നും എന്ത് ചെയ്യുന്നുണ്ട്, റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല. അതുപോലെ നമ്മൾ എപ്പോഴും റീസ്റ്റാർട്ട് തയ്യാറാണ്, എപ്പോഴും റീസ്റ്റാർട്ടിന്. അതായത് നമുക്ക് നമ്മളെ നോളജ് ലെവൽ കുറവാണെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മളെ കോൺഫിഡൻസ് ലൂസ് ആവുന്നുണ്ടെങ്കിൽ, എനർജി ലൂസ് ആവുന്നുണ്ടെങ്കിൽ മാക്സിമം സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സുമായിട്ടുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കണം, പ്രോഗ്രാമിൽ മാക്സിമം കയറുക. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, ഈ കോൺഫിഡൻസ് കയറി വരുന്നതാണ്. അപ്പൊ അത് വോയിസ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ, വോയിസ് ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ള ആളുകൾക്ക് ഇറിറ്റേഷൻ വരുന്നത് നമ്മൾ സംസാരിക്കാതിരിക്കുക, നമ്മൾ നാവ് കൊണ്ട് മറ്റുള്ള ആളെ വേദനിപ്പിക്കാതിരിക്കുക, അവരെ മാക്സിമം ചേർത്ത് നിർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബിസിനസ്സിൽ പിന്നെ വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ ഫോണിൽ വഴി കച്ചവടം പറയുന്നൊരു സ്വഭാവം. ഇതൊക്കെ ഞാൻ പുതിയ ആളുകളോടാണ് ഞാൻ പറഞ്ഞത്. പല ആളുകളും ചെയ്യുന്ന ഒരു പ്രധാന കാരണം, നമ്മളിപ്പോ ഒന്നും വേണ്ട, ഞാനിപ്പം ഓൾറെഡി ബഷീർ സാർ DTC ബഷീർ സാറെ ഞാൻ കോൾ ചെയ്യാണ്, വിളിക്കുന്നു. ബഷീർ ഒരേ ബിസി, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ബിസി ആയപ്പോ എനിക്ക് ലൈനിൽ സാറിനെ കിട്ടിയപ്പോ സാറോട് ചോദിച്ചു, അല്ല സാർ എന്തോ ഒരു കോളാണ്, ഞാൻ എത്രയോ സമയമായി വിളിക്കുന്നു. അപ്പൊ എന്നോട് പറയാണ്, സാറ് സുജയ് സാറേ ഒന്നും പറയണ്ട, ഒരു തിരുവനന്തപുരത്തുള്ള ഒരാളെ കിട്ടിയിട്ട് എനിക്ക് ഞാൻ ഫോണിൽ കൂടെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുള്ളി റെഡിയാണ്, പുള്ളി ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോയിൻ ചെയ്ത് പറഞ്ഞിട്ട് പുള്ളി റെഡിയാണ്, ഓക്കെ. ഇയാളുടെ എല്ലാ ചരിത്രവും ഫോണിൽ കൂടെ എന്ത് ചെയ്ത് ബഷീർ സാർ പറഞ്ഞു. പുള്ളി മറുതലക്കെന്ന് എന്ത് പറഞ്ഞു,
അയാൾ ഫോണ് ചെവിയിൽ വെച്ചിരുന്നത് പോലും നമുക്ക് ഉറപ്പില്ല. കാരണം എന്താ, നേരിട്ട് കാണുന്നില്ലല്ലോ, കോൾ ചെയ്തല്ലേ. അയാൾ ഇയാളെ ബുദ്ധിമുട്ടിക്കണ്ട വെച്ചിട്ട് അയാൾ പറഞ്ഞു ഞാൻ റെഡി, ഓക്കെ നമുക്ക് അടുത്ത വീക്ക് ജോയിൻ ചെയ്യാം. ഇങ്ങനെ പറയുന്ന കുറെ ആളുകളുണ്ട്. ദയവ് ചെയ്തിട്ട് നമ്മളെ സമയം കളയും. നിങ്ങൾക്ക് ഏതൊരു വ്യക്തിനെയും ബിസിനസിന്റെ പ്ലാൻ കേൾപ്പിക്കണമെങ്കിൽ അത്ര ലോങ് ആണെങ്കിൽ ദയവ് ചെയ്ത് ഒരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. വിത്ത് ഫാമിലി അവരോട് എന്ത് ചെയ്യൂ, കയറാൻ പറയും. നിങ്ങൾ തൊട്ട് അപ്ലൈനോട് പറയാം, സാറേ എനിക്കൊരു സൂം മീറ്റിംഗ് ലിങ്ക് വേണം, എനിക്കൊരു തിരുവനന്തപുരത്ത് ഒരു ഫാമിലി ബിസിനസിന്റെ പ്ലാൻ കേൾക്കണം എന്ന് പറയുന്നുണ്ട്. ഫോൺ ചെയ്തിട്ടല്ല, നമുക്കൊരു സൂം മീറ്റിംഗ് കണക്ട് ചെയ്യൂ, അവരെ വിത്ത് ഫാമിലിക്ക് ഒരു അവസരം കൊടുക്കൂ, എന്നിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്ലാൻ പറയൂ, ഫോൺ വഴി സൂമിൽ കൂടെ തന്നെ ഫോളോ അപ്പ് ചെയ്യൂ, അവരെ സംശയങ്ങൾ ദൂരീകരിക്കൂ, പിറ്റേത്തെ ദിവസം തന്നെ അവിടത്തേക്ക് പോകൂ, അവരെ നേരിട്ട് ക്ലോസ് ചെയ്തിടും. അല്ലാതെ ഫോണിൽ കൂടെ നമ്മൾ കഥ പറഞ്ഞിട്ട് ഒരു കാര്യം. തുടക്കക്കാർ ചെയ്യേണ്ട ഭൂരിഭാഗം ആളുകൾ പറയുന്ന കാര്യമാണ്, മോനെ എവിടെയുള്ളേ, ഞാനിങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് എന്തെല്ലാം മുട്ടുവേദന ഉണ്ടോ, കാലുവേദന ഉണ്ടോ, കൈവേദന ഉണ്ടോ, നീ മുഖത്ത് കുരുണ്ടോ, കലയുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്റെ അടുത്ത് നല്ല അടിപൊളി സാധനം ഉണ്ട് എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ഉണ്ട് ഇവിടെ, ആളുകളുണ്ട്. പക്ഷെ അവരോട് ഞാൻ പറയുന്നു, ഇതൊരു സിസ്റ്റം റോങ് ആണ്, ചെയ്യരുത്. ആരോട് വേണേ നമുക്ക് പറയാം, തുടക്കത്തിൽ ആരോട് വേണം നമുക്ക് പറയാം. പക്ഷെ ലീഡറുടെ സഹായത്തോടു കൂടെ പോയി പറയുകയാണെങ്കിൽ ഒരാൾക്ക് പോലും നിങ്ങളെ നോ പറയാൻ കഴിയും, റിജക്ട് ചെയ്യാൻ കഴിയും. അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് സെഗ്മെന്റ് നമ്മളെ കയ്യിലുണ്ട്. എല്ലാ ആളുകൾക്കും ഇന്ന് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് വലിയ ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ ആവശ്യമുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഒരു വ്യക്തിക്ക് റിജക്ട് ചെയ്യാൻ കഴിയില്ല. വളരെ പവർഫുൾ ആയി പ്രോഡക്റ്റിനെ പറ്റി ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് വീട്ടിലാണോ എത്തിയിരിക്കുന്നത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 3-4 പ്രോഡക്റ്റ് അവിടെ കൊടുക്കാൻ കഴിയും. ഒരു തർക്കമില്ല, ഒരു ഗ്യാരണ്ടിയാണ്. ചിലപ്പോൾ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഫാമിലി, ഭയങ്കര പവർഫുൾ ആണ്, വളരെ പൊട്ടൻഷ്യൽ ആളാണ്. ഫസ്റ്റ് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യൂല എങ്കിൽ ആ വീട്ടിൽ നീഡായിട്ടുള്ള എന്താണ് ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് കൊടുക്കൂ. പ്രോഡക്റ്റ് റിസൾട്ട് ആവുമ്പോഴേക്കും അവരുടെ മൈൻഡ് സെറ്റ് മാറില്ലേ. സെക്കൻഡ് ലെവൽ നമുക്ക് പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് രീതിയും നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം. ചില ആൾക്ക് നേരിട്ട് കച്ചവടം പറയാം, ചിലക്ക് നേരിട്ട് പ്രോഡക്റ്റ് കൊടുക്കാം. ഏത് രീതിയിൽ നമുക്ക് ബിസിനസ് ഒരു വ്യക്തിയെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സ്വീകരിക്കാം. സിസ്റ്റമാറ്റിക് ആയി സിസ്റ്റം പറയുന്ന രീതിയിൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പം ഫോണിൽ കൂടെ പറയുന്നത് എന്ത് ചെയ്യണം, നിർത്തുക. പിന്നെ നുണ പറയാതിരിക്കുക. ചില ആളുടെ ധാരണ ഈ ബിസിനസ്സിൽ വലിയ ഹൈപ്പ്, അതായത് വലിയ കാര്യങ്ങൾ പറഞ്ഞാലേ ആളുകൾ ജോയിൻ ചെയ്യുന്നുള്ള. ദയവേത് അതിന്റെ ആവശ്യമില്ല. റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോ ജോയിൻ ചെയ്ത് തുടക്കക്കാരനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, സാർ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇത്ര ജസ്റ്റ് 1 വീക്ക് ആയിട്ട്, പക്ഷെ ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റി വ്യക്തമായ ഐഡിയ ഉള്ളത് കൊണ്ടാണ്, ഉൽപ്പന്നം മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിലേക്ക് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇത്രയും പവർഫുൾ ആയ ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചുകൂടെ ആക്റ്റീവ് ആണ്. ഇപ്പോ നിലവിൽ ഞാൻ പാർട്ട് ടൈമർ ആണ്, പക്ഷെ പാർട്ട് ടൈമർ ആണെങ്കിൽ എന്റെ ഒരു സെക്കൻഡ് പോലും ഞാൻ വേസ്റ്റ് ചെയ്യാതെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നിയത് മികച്ച അവസരമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ അവസരം പറയാൻ വന്നത്. അല്ലാതെ ജോയിൻ ചെയ്ത് പിറ്റേഴ്സ് എനിക്ക് ആഴ്ച വരുമാനം 10,000 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ തള്ളി അയാൾ സ്റ്റേറ്റ്മെന്റ് ചോദിച്ച് നമ്മൾ പോകും. അതായത് നുണ പറയാതിരിക്കുക. ക്ലിയർ? ഈ ബിസിനസ്സിൽ നുണ പറഞ്ഞാൽ ഈ വ്യക്തി ജോയിൻ ചെയ്ത് 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ കാര്യം കളവാന്നുള്ളത് വ്യക്തമായിട്ട് ആർക്ക് മനസ്സിലാവും? ആ ജോയിൻ ചെയ്ത വ്യക്തി മനസ്സിലാവും. നിങ്ങൾ ആ ലീഡർ എന്ന് പറഞ്ഞ ബഹുമാനം നഷ്ടപ്പെടുകയും നിങ്ങൾ ഓർഗനൈസേഷൻ നിൽക്കാൻ പോലും താല്പര്യമില്ലാതെ അവർ സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു വ്യക്തിയെ നുണ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്നുള്ളത് റിയാലിറ്റി പ്ലസ് ഇതിന്റെ സാധ്യത പറഞ്ഞ് നിങ്ങൾ ഈ ബിസിനസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി പറഞ്ഞുകൊണ്ട് വളരെ എനർജി ലെവലിലൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളും എന്റെ കൂടെ ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുകയും ചെയ്യും, ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഒരു തർക്കം. അതിന് കള്ളം പറഞ്ഞിട്ട് ഒരാളെ നിങ്ങൾ കൊണ്ടുവരാം. ഈ ബിസിനസ് ഇന്ന് പല കമ്പനി അനുഭവിക്കുന്ന സ്ട്രഗിൾ, പ്രശ്നം, പ്രോബ്ലം, ലീഡേഴ്സിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഒന്നും ചെയ്യണ്ട, നീ എന്റെ കൂടെ നിന്നാൽ മതി, നിനക്ക് ഈ ആഴ്ച വരുമാനം ഉണ്ടായിത്തരാന്ന് പറഞ്ഞിട്ട് വെറും കച്ചവട സെയിൽസ് മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് പ്രോബ്ലം വരുന്നത്. എന്താ അങ്ങനെ ദയവീത് പറയരുത്. അവനവൻ എടുക്കേണ്ട പണിയെ പറ്റി ഘട്ടം ഘട്ടമായിട്ട് ബോധവാന്മാരാക്കിയാൽ മാത്രമേ അവൻ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കൂ. ഇല്ലേ എന്ത് ചെയ്യും? എന്റെ ലീഡർ പറഞ്ഞ് വീട്ടിലിരുന്നാൽ മതി, നീ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കും. നാളെ അത് വലിയ നെഗറ്റീവ് ആവും, പരാതിയാവും. നിങ്ങൾ ആ ഏരിയയിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാവണോ? ഏറ്റവും മികച്ച അഭിപ്രായമുള്ള, മറ്റുള്ള ആളുകൾക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റി ലെവലിലുള്ള ഒരാളാണ് സിസ്റ്റമാറ്റിക്കലി ഈ ബിസിനസ് വേറെ ഒന്നും ചെയ്യാൻ. ഈ ബിസിനസ് ഈസി മണിയല്ല. മിനിമം 3 to 5 ഇയർ ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വലിയ മാറ്റം ഉണ്ടാകുന്നത്.
അല്ലാതെ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ചെറുപ്പകാലത്ത് ഒരു ചെടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് വളരുന്നുണ്ടോ, 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പൊരിച്ചു വേര് വന്നിരുന്നു, അതുപോലെ നിങ്ങൾ ചെയ്യാതിരിക്കുക. മിനിമം 5 ഇയർ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവും ഈ ബിസിനസ്സിൽ. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇത് വന്നു അങ്ങനെ ചിന്തിക്കണ്ട, വരും, യാതൊരു കാരണം എന്താ, ജനങ്ങൾക്ക് മൊത്തം ആവശ്യമുള്ള സാധനമാണ് നമ്മളെ മാർക്കറ്റ് നമ്മൾ ചെയ്യുന്നത്. അടുത്തായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ അറിയോ, നിങ്ങൾ സ്പോൺസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്പോൺസർ ചെയ്യുന്ന സമയത്ത് സെയിം ലെവൽ ആൻഡ് ബിലോ ലെവൽ അല്ല, നമ്മൾ അതേ ഒരു കാറ്റഗറി, അതിനേക്കാൾ അപ്പർ ലെവൽ. നിങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് നിങ്ങളെക്കാൾ ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളെയാണ്. നിങ്ങളെ ലിസ്റ്റിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തേണ്ടത് സമൂഹത്തിൽ വാല്യൂ ഉള്ള, സമൂഹത്തിൽ ആളുകൾ അംഗീകരിക്കുന്ന, നല്ല സ്മാർട്ടായിട്ടുള്ള, ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ബിസിനസ്സിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. ചില ആളുകളുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആവറേജ് ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്തു, സമൂഹത്തിൽ ഒരു തീരെ താഴെക്കടയിൽ ആളുകളെ കാണണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കുറച്ചും കൂടെ നമ്മളെ ബിസിനസ്സിൽ പവർഫുൾ ആയിട്ട് നമുക്ക് കയറി പോകണമെങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന മൈൻഡ് സെറ്റ് ഉള്ള, ഉയർന്ന ചിന്താഗതിയുള്ള, ഉയർന്ന ഒരു വലിയൊരു സർക്കിളുള്ള ആളുകൾ വരികയാണെങ്കിൽ ആ ഏരിയയിൽ ഏറ്റവും മികച്ച ഒരു വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ അയാളെ ബിസിനസ്സിൽ കൊണ്ടുവരുവാണെങ്കിൽ അയാളെ സർക്കിളും അതുപോലെ വാല്യൂ ഉള്ള ആളുകളായിരിക്കും. ശരിയല്ലേ? ഞാനിപ്പോ ഒരു നന്നായി ഡ്രിങ്ക്സ് അത്യാവശ്യം വെള്ളമൊക്കെ അടിച്ചിട്ട് ഒരു കൂതറായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിച്ചാൽ അദ്ദേഹത്തിന്റെ സർക്കിൾ കംപ്ലീറ്റ് കൂതറകളായിരിക്കും, എന്റെ ബിസിനസ്സേ ഇല്ലാണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് എഴുതുക, ലിസ്റ്റിൽ നിന്ന് അന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് മികച്ച ക്വാളിറ്റിയുള്ള ഈ ബിസിനസ്സിന് അനുയോജ്യരായ ആളുകളെ വളരെ നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അവരെ ബിസിനസിന്റെ പ്ലാൻ കേൾപ്പിക്കുക, അവരെ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എന്റെയൊക്കെ ബിസിനസ് വളരെ സ്പീഡാവും. കാരണം എന്താ, അവരുടെ ചിന്താഗതി, അവരുടെ ഡ്രീം, അവരുടെ സർക്കിൾ ഒക്കെ ഉയർന്ന മൈൻഡ് സെറ്റുള്ള ആളുകൾ. ബിസിനസ് ലെവലിൽ മാത്രമേ അവർ ചിന്തിക്കൂ, പോസിറ്റീവ് മാത്രമേ ചിന്തിക്കൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ സെയിം ലെവൽ, നമ്മൾ അതേ ഒരു കാറ്റഗറി, അതിന്റെ അപ്പർ ലെവൽ, അതിന്റെ മുകളിലുള്ള ഒരു കാറ്റഗറി നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തണം, സ്പോൺസർ ചെയ്യുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആളുകളുടെ അടുത്ത് ബെഗ് ചെയ്യാതിരിക്കുക, യാചിക്കാതിരിക്കുക സെയിൽസിന് വേണ്ടി. നീ എങ്ങനെയൊന്ന് നീ കൂടിയിട്ട് വേണം എനിക്ക് രക്ഷപ്പെടാൻ, നീ എന്നോട് എത്ര കാലമായി ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഡയലോഗ് അടിക്കാതിരിക്കും. അതിനേക്കാൾ ഉപരി ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ആരോഗ്യത്തിൽ വരുന്ന വലിയ ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടോ, നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ വരുന്ന ലോസിനെ പറ്റിയോ നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ കേരളത്തിലെ ഏറ്റവും മികച്ച കോടീശ്വരന്മാരിൽ ഒരാളാണ് ഗോകുലം ഗോപാലൻ, നമ്മളെ നാട്ടുകാരൻ. ഗോകുലം ഗോപാലൻ എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം ഒരു ചിട്ടി കമ്പനി നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ചിട്ടി കമ്പനി. പക്ഷേ ഗോകുലം മെഡിക്കൽ കോളേജ് അദ്ദേഹം നടത്തുന്നു, ഗോകുലം പബ്ലിക് സ്കൂൾ അദ്ദേഹം നടത്തുന്നു, ഗോകുലം ട്രാൻസ്പോർട്ട് അദ്ദേഹം നടത്തുന്നു, ഗോകുലം സിനിമ അദ്ദേഹം പിടിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ, ഇന്ന് കേരളത്തിൽ 3 കോടിയിലേറെ ആളുകളിൽ MBA കഴിഞ്ഞ, ഡിഗ്രി കഴിഞ്ഞ, സ്മാർട്ടായിട്ടുള്ള നല്ല ഡ്രൈവർമാർ, നമ്മുടെ ഡോക്ടർമാർ, നല്ല മാനേജ്മെന്റ് സ്റ്റാഫ് ഒക്കെ ഉണ്ട്. ഇവരെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നു, ഇയാളുടെ സ്കില്ല് ഇവർ വാങ്ങുന്നു, അതിനൊരു സാലറി നിശ്ചയിക്കുന്നു, എന്നിട്ട് ഇയാൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഓരോ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, കാശുണ്ടാക്കും. ഈ എല്ലാ കഴിവും ഗോകുലം ഗോപാലേട്ടനില്ല. കഴിവ് നാട്ടിലുണ്ട്, ആ കഴിവിനെ വിലക്കെടുക്കുന്നു, സാലറി എടുക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നു, കോടികൾ ഉണ്ടാക്കും. ഇതേ ഒരു തിയറി തന്നെ ഇവിടെയുള്ളൂ. നമ്മളെ നാട്ടിൽ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്, അറിവുള്ള ആളുകളുണ്ട്, ബന്ധമുള്ള ആളുകളുണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബിസിനസിന്റെ സാധ്യത ബോധ്യപ്പെടുത്തി ആ ഔട്ട്പുട്ട് നമ്മൾ വാങ്ങും. മനസ്സിലായോ? ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ നമ്മൾ 10 പേരുണ്ടെങ്കിൽ എന്റെ കൂടെ 10 പേരുണ്ട്. ഈ 10 പേര് ഒരു ദിവസം 2 മണിക്കൂർ പ്രവർത്തിക്കുകയാണെങ്കിൽ എക്സ്ട്രാ എനിക്ക് 20 മണിക്കൂർ കിട്ടും. പക്ഷെ ഒരു കാരണവശാൽ 20 മണിക്കൂർ എനിക്ക് പ്രവർത്തിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ പറ്റില്ല. ഇതാണ് മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ. ഈ ബിസിനസിന്റെ യഥാർത്ഥ പോയിന്റ് എന്ന് പറയുന്നത് മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അല്ലാതെ ഈ ആഴ്ച എനിക്ക് വരുമാനം കിട്ടിയില്ല, ഒരു മാസമായിട്ട് എനിക്ക് വരുമാനം കുറവാന്ന് പറഞ്ഞിട്ട് ഈ ബിസിനസ് വിട്ടുപോകും. ഒറ്റ കാര്യം ചിന്തിക്കൂ, ഒറ്റക്ക് പണിയെടുത്ത ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട ചരിത്രം ഇന്ന് ലോകത്തില്ല.
രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ല, ഒരു ലെവൽ അപ്പുറത്തോട്ട് കയറാൻ പറ്റില്ല. ഒരു ലെവൽ അപ്പുറത്തോട്ടുള്ള നമ്മൾ എല്ലാ സ്വപ്നങ്ങളും പൂവണിയണമെങ്കിൽ ഒരു ടീം വർക്കിൽ നമ്മൾ വിശ്വസിക്കണം, ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിക്കണം. പക്ഷെ നമ്മൾ വലയൊക്കെ എന്നാ പിന്നെ ഒരു 10 പേര് വെച്ച് ഒരു കഫ്റ്റീരിയ തുടങ്ങാം, ഒരു ടെക്സ്റ്റൈൽ തുടങ്ങാം, കോടികൾ മുടക്കും. ഇവിടെ 5 പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അനീഷ് ബാബു 2013-14 ഒരു 15,000 മുടക്കി അല്ലെ ഒരു 20,000 മുടക്കി തുടങ്ങിയ ബിസിനസ്സിൽ ഞാൻ പറയും അനീഷ് ബാബു 30 കോടിക്ക് മേലെ നേടിക്കഴിഞ്ഞു. നിങ്ങളൊന്ന് പറ, ഞാൻ ചലഞ്ച് ചെയ്യാം, ഏത് ബിസിനസ് ഉണ്ട് ഇങ്ങനെ ഇത്ര ഔട്ട്പുട്ട്? നിങ്ങൾ പറ അല്ലെ, ഞാൻ എന്നോട് ഇരിക്കുകയാണ്, ഏത് കച്ചവടത്തിൽ എങ്ങനെ കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുബീൻ മുഹമ്മദ് 1 ഇയർ ഒരു 1 മന്ത് ഇന്ന് US-ലാണ് മുബീൻ മുഹമ്മദ് ഉള്ളത്. 6 മാസമായിട്ട് US-ലാ താമസം. പക്ഷെ മാസം 75-നും 1 കോടിക്ക് മേലെ ഇൻകം. ഇന്ത്യയിൽ കാലൂത്തിയില്ല കഴിഞ്ഞ 6 മാസം. അപ്പൊ നിങ്ങളായിരിക്കും ഓരെല്ലാം മുന്നേ തുടങ്ങിയല്ലേ, പക്ഷെ അവരെക്കാൾ എത്രയോ മികച്ച സാഹചര്യങ്ങൾ കൂടി നമ്മൾ പോകും. ശരിയാണല്ലേ? അവര് തുടങ്ങിയ സമയത്ത് കഫ്നിൽ ഉപയോഗിച്ചിട്ടോ വരുമാനം കിട്ടിയിട്ടോ ഈ സിസ്റ്റത്തിന് പോലും ധൈര്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ കാരണം, നമ്മൾ എന്തുകൊണ്ട് അച്ചീവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് മാത്രം ചൂണ്ടുക. നമ്മളെ ചെയ്യുന്ന എന്തോ കാര്യത്തിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അത് തിരുത്തിയാൽ അതിലും വേഗത്തിൽ നമുക്ക് ഓടിയെത്താൻ കഴിയും. ഒരു തർക്കമില്ലാത്ത കാര്യം. പക്ഷെ നമ്മൾ എവിടെയോ കറക്റ്റ് ആവുന്നുണ്ട്. അതെന്താണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് ലീഡേഴ്സുമായിട്ട് നമ്മൾ ചെയ്യും. എല്ലാവരും കറക്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ ആളുകളും ലീഡേഴ്സുമായിട്ട് സമ്പർക്കത്തിൽപ്പെട്ട് സാർ എന്റെ ബിസിനസ്സിന് ഒന്നുകൂടെ സ്പീഡാക്കണം, ഞാൻ എന്ത് ചെയ്യണം? ലീഡർ പറഞ്ഞു തരും. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഭയങ്കര പവർഫുൾ ആയിട്ട് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ്. അതിനുവേണ്ടി നമ്മൾ യാചിക്കൊരു കച്ചവടത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നമ്മളെ ഇന്ന് ലോകോത്തര ബ്രാൻഡ് നമ്മളെ കയ്യിലുണ്ട്. ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച വരുമാന സാധ്യതയുള്ള മേഖല നമ്മളെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മളെ യാചിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ സ്ട്രോങ്ങായിട്ട് നിന്ന് അതിന്റെ സാധ്യത ബോധ്യപ്പെടുത്തി നമ്മളെ നല്ലൊരു ബിലീഫ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നല്ലൊരു ബോഡിയിലെങ്കിൽ നമ്മൾ എനർജി ലെവൽ നിൽക്കുകയാണെങ്കിൽ 100% ആളുകൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. വലിയൊരു ഓർഗനൈസേഷന് മാറുകയും ചെയ്യും. ഇനി വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നോട്ട് ഫോളോയിങ് സിസ്റ്റം. അതായത് ചില ആളുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ലീഡർ പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കില്ല. അവരുടെ രീതിയിൽ എന്ത് ചെയ്യുക? അവര് കാര്യങ്ങൾ നീക്കും. ഒരിക്കലും ഈ ബിസിനസ്സിൽ അങ്ങനെ പറയാറുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? ലീഡർ എന്താണോ പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാവണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ലീഡർ പറഞ്ഞ അനുസരിക്കാതെ ഈ ബിസിനസ് ഒന്നും ചെയ്യാൻ കഴിയും. സിസ്റ്റം, ഈ പറഞ്ഞ സിസ്റ്റം എന്താ? ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ ബിസിനസ്സിൽ വിജയിക്കുള്ളൂ. പക്ഷേ ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ എന്റേതായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ബിസിനസ് വിജയിക്കാൻ കഴിയില്ല. ഇവിടെ വിജയിച്ച ആളുകൾ എഴുതി വെച്ച ഒരു സിസ്റ്റം ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യാം. വരുന്ന 1, 2, 3 വർഷം ഫോളോ ചെയ്യുമ്പോഴേക്ക് ശക്തമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ മാറും. പിന്നെ ഈ ബിസിനസ് നിങ്ങളോട് പറയാനുള്ളത്, ഒരു റാങ്ക് ഒക്കെ ആവുന്ന സമയത്ത് വലിയ ജാട കാണിക്കണം. ആളുകൾ വരുമ്പോൾ റാങ്ക് ഒക്കെ TC ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരോട് എന്തിനു സംസാരിക്കും? അവൾ എന്റെ അടുത്ത് വരട്ടെ. ഞാനും TC അല്ലേ, 3 ലക്ഷം ഇൻഷുറൻസ് കവറേജ് മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ഒരാളല്ലേ, തരുന്ന ആളല്ലേ. ഞാൻ എന്തിനും അങ്ങോട്ട് പോകണം? ദേവി അതിനും നിൽക്കരുത്. കാണൂല ലോകത്തുനിന്ന് കേട്ടോ. സത്യമായിട്ട് അറിയാം. ജാട എന്ന് പറഞ്ഞ നമ്മൾ ഈ വരുമാനം കൂടുതൽ, നമ്മൾ പറഞ്ഞേ വൃക്ഷങ്ങൾ കൂടുതൽ ഫലം ഉണ്ടാകുമ്പോൾ കുനിക്കുന്നത് പോലെ നമ്മളിപ്പോ അനീഷ് സാറിന് നിങ്ങൾ പോയി മാസം വരുമാനം 50 ലക്ഷം രൂപയുള്ള ആളാണ്. ഒരു പക്ഷെ നമ്മൾ വേടാ സുജേഷ് എന്തൊക്കെയാണ് എങ്ങനെ പോകുന്ന കാര്യങ്ങളെന്ന് വളരെ സ്നേഹത്തോടെ ചുമലിൽ തട്ടി പറയുന്ന ഒരു ആശാനെ നിങ്ങൾ കാണാൻ കഴിയും. ബെല്ലി സാറ് വളരെ സ്നേഹത്തോടെ പറയുന്നത് എന്തുകൊണ്ടറിയോ? ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, ഞാൻ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ വലിയ സംഭവമാണ്, ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊരു കാര്യമില്ല. ഊതിപ്പീർപ്പിച്ച ബലൂണ് പൊട്ടിയത്തിന് ടക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അത് നിങ്ങളെ ഫീൽഡിൽ അതെന്ത് ചെയ്യും? ആളുകൾ അത് ഇതെന്താണ് ഇങ്ങനെ പ്രചരണം വരും. ഭയങ്കര പുള്ളി ഒരു റാങ്ക് അടിക്കുമ്പോൾ ഭയങ്കര സംഭവം, നമ്മളൊന്നും കണ്ടുപിടിക്കുന്നില്ല. ദയവേത് ചെയ്യരുത്. മനസ്സിലായോ? അപ്പം നമ്മൾ മറ്റുള്ള ആളുകളുടെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവണമെങ്കിൽ നമ്മളെ പെരുമാറ്റം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന ഇമ്പോർട്ടന്റ്. എന്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു എന്ന് തോന്നിയാൽ അത് അന്നേരം തിരുത്താനുള്ള ഒരു മാനസികാവസ്ഥകൾ കാണിക്കും. അല്ലാതെ ഞാൻ അവന്റെ ചെറുതായി പോവില്ലേ, മോശയല്ലേ, അവൻ എന്നെക്കാൾ എത്രയോ റാങ്ക് താഴെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യും. എവിടെയും നമ്മള്
ടീമിന്റെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറാണ്. അടുത്ത ലാസ്റ്റ് പോയിന്റ്, ഇത് 7:02 7 മണിക്ക് നിർത്തേണ്ടതാണ്. ലാസ്റ്റ് പോയിന്റ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ്. അതായത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു ഇടപെടൽ ആളുകളുടെ ഇടയിലുണ്ട്. ഒന്നും വേണ്ട, മുഹമ്മദ് ക എന്ന് പറഞ്ഞ, എനിക്ക് അവിടെ നിന്ന് ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ഒരാളെ ഞാൻ കാണുന്നു, കുറച്ച് പ്രായമുള്ള ആള്, ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. എന്റെ മാമനാണെന്ന് വിചാരിക്കും, ഉദാഹരണം മാമനാണ്. ഞാൻ മാമന്റെ അടുത്ത് പോയിട്ട് ഈ ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞപ്പോ മാമൻ നിഷ്കരണം എന്നെ റിജക്ട് ചെയ്തു. നോ, എനിക്ക് വയ്യ, ഞാൻ ചെയ്യൂല, മരുമകനാണ്. പക്ഷെ മാമൻ എന്നെ ഒഴിവാക്കി. ഒരു കാരണവശാലും വൈകാരികമായിട്ട് മുഹമ്മദ് എന്ന് പറഞ്ഞ എന്റെ മാമനോട് ഞാൻ ദേഷ്യം കാണിക്കരുത്. എന്തുകൊണ്ടാണ്? എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, എന്നോട് ദേഷ്യം ഉണ്ടായിട്ടുണ്ടല്ല ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. ഈ സിസ്റ്റത്തിൽ അയാൾക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യം, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് അയാൾക്ക് ആവശ്യമില്ല, ഈ പ്രോഡക്റ്റിൽ വിശ്വാസമില്ല, അയാൾക്ക് താല്പര്യം. ഇതാണ് ഞാൻ കാണേണ്ടത്. എന്റെ ഡെവലപ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നാളുകളിൽ എന്റെ മാമൻ എന്റെ കൂടെ ജോയിൻ ചെയ്യും. അല്ലാതെ മാമനെ തെറി പറഞ്ഞിറങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഇമോഷണൽ അറ്റാച്ച്മെന്റ്, വൈകാരികതമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിലിറങ്ങരുത്. വളരെ സ്നേഹത്തോടു കൂടി കൈകൊടുത്ത് പറയാം, മാമ ഇപ്പം പറ്റില്ല, കുഴപ്പമില്ല, എപ്പോഴാണോ ആവശ്യമുള്ള എന്റെ ഒരു കോൾ ചെയ്യാൻ മറക്കരുത്. ക്ലിയർ? ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇടപെടണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ എല്ലാ ആൾക്കും അറിയുന്ന കാര്യം മാത്രമാണ്. ഇത് നിങ്ങൾ നിലവിൽ ഇത്തരം പോയിന്റുകൾ നിലവിൽ നിങ്ങൾ വന്ന ആളുകളെടുത്ത് ഒരു ഫസ്റ്റ് ലെവൽ നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മളെ ടീമിൽ കുറയും. ക്ലിയർ? ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഈ ബിസിനസ്സിൽ മികച്ച വിജയങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ വിജയത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഉയർച്ചയിൽ നമുക്ക് ഒരുമിച്ച് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ആൾ സക്സസ്. താങ്ക് യു.